സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണം പദ്മഭുമം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമഥാസ്യ പദ്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്കിന്ന് വായിക്കാനുള്ളത് 76-ാമത്തെ പേജിലെ ആദ്യത്തെ പദ്യം, അതായത് 5-ാം അധികാരത്തിലെ 3-ാമത്തെ പദ്യം. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ച പദ്യത്തിൻ്റെ തുടർച്ചയാണ് ഈ ആഴ്ച നമുക്ക് ആദ്യം വായിക്കാനുള്ളത്. കഴിഞ്ഞ ആഴ്ച അവസാനം വായിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഉടലാൽ ഉழைത്താൽ ഉടലൊഴിയുമെன்றേ കെടുവീർ ഇதை എങ്കേ കേട്ടീർ ഉടലേ നടയാടിയ പിണമ്പോൾ ഞാൻ പോയി തിരിയ കിടയാതോ എന്ന് കേളീർ. ശരീരം കൊണ്ട് കർമ്മം ചെയ്തതുകൊണ്ട് എത്ര ശ്രേഷ്ഠമായ കർമ്മം ശരീരം കൊണ്ട് ചെയ്താലും അത് ശരീരത്തെ ഇല്ലാതാക്കാൻ പര്യാപ്തമല്ല. ശരീരം ഭ്രമമാണ്. കർമ്മം അവിദ്യയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അവിദ്യയിൽ നിന്ന് ഉണ്ടാകുന്ന തെറ്റിദ്ധാരണ അതാണ് ശരീരത്തെ ഉണ്ടാക്കുന്നത്. ആ ശരീരം വെറും ഭ്രമം മാത്രമാണ്. അപ്പോൾ ആ ശരീരം കൊണ്ട് എത്ര ശ്രേഷ്ഠമായ കർമ്മം അനുഷ്ഠിച്ചാലും ശരീരബോധം ഇല്ലാതാവുകയില്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ജനന മരണങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധ്യമല്ല. ആ മോക്ഷം എങ്ങനെ നേടുമെന്ന് ചോദിച്ചാൽ അറിവ് തന്നെ വേണം. ഉടലാൽ ഉழைത്താൽ ഉടലൊഴിയുമെன்று, ശരീരം കൊണ്ട് പല കർമ്മങ്ങളും ചെയ്താൽ ശരീരമില്ലാതാവും എന്ന് പറഞ്ഞാൽ ശരീരബന്ധത്തിൽ നിന്ന് മുക്തി നേടാം എന്ന് വിചാരിക്കുന്ന നിങ്ങളെ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരെയല്ല, ആചാര്യൻ ഈ തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്നവരെ അഭിസംബോധന ചെയ്ത് പറയുകയാണ്. നിങ്ങൾ കെടുവീർ, നാശത്തിലേക്ക് പോകുന്നവരേ എന്നാണ്. നിങ്ങൾ രക്ഷപ്പെടുന്ന ഒരു കോളും കാണുന്നില്ല എന്നാണ്. കാരണം കടുത്ത അജ്ഞതയിലാണ് നിങ്ങൾ സ്ഥിതി ചെയ്യുന്നതും അതിലേക്കാണ് നിങ്ങളുടെ പോക്കും. ഇത് എങ്കേ കേട്ടീർ, കർമ്മം കൊണ്ട് കർമ്മനാശം സംഭവിക്കും എന്നുള്ളത് നിങ്ങൾ എവിടെയാ കേട്ടത്? ഏത് ആചാര്യനാ അങ്ങനെ പറഞ്ഞത്? ഉണ്ടെങ്കിൽ അയാളെ ഒന്ന് അടിച്ചു കൊല്ലാമായിരുന്നു എന്നാണ്. ഇതാരാണ് ഈ തെറ്റിദ്ധാരണ പറഞ്ഞു വരുത്തിയത്? എന്തിനാണ്? എവിടെ നിന്നെങ്കിലും കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം തീരുമാനിച്ചതോ തെറ്റായി മനസ്സിലാക്കിയതോ? എന്തായാലും നിങ്ങളുടെ ധാരണ അബദ്ധമാണ് എന്നാണ് പറയുന്നത്. ഉടലേ നടയാടിയ പിണമ്പോൾ, നടയാടിയ പിണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന ശവം, ശരീരത്തെ നടക്കുന്ന ശവം പോലെ മനസ്സിലാക്കിയിട്ട് ആണ് ജീവൻ മുക്തന്മാർ ഈ ലോകത്ത് വ്യവഹരിക്കുന്നത്. അവർക്ക് നല്ലതുപോലെ അറിയാം തനിക്കും ഈ ശരീരത്തിനും അതുപോലെ ശരീരം ചെയ്യുന്ന കർമ്മങ്ങൾക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇത് പ്രകൃതിയുടെ കയ്യിലുള്ള വെറും ഉപകരണം മാത്രമാണ്. അതിൻ്റെ കാലാവധി തീരുമ്പോൾ, ടൈം ബാർ ആവുമ്പോൾ അത് താഴെ വീഴും. ഞാൻ അതിനതീതമായ ആത്മാവാണ് എന്നാണ്. അപ്പോൾ ശരീരബോധമില്ലാതെ ശരീരത്തെ വെച്ചുകൊണ്ട് ഇവിടെ നടക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം ഒരു ജ്ഞാനിയെ സമീപിച്ച് നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചില്ല എന്നാണ്. അങ്ങനെ ഒരു ജ്ഞാനിയെ കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഇതുവരെ സിദ്ധിച്ചില്ലേ? അല്ലെങ്കിൽ കിട്ടിയ അവസരം നിങ്ങൾ മുതലാക്കാത്തതാണോ? എന്താ കാരണമെന്ന് അറിയില്ല. എന്തായാലും ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ശരീരത്തോടു കൂടെ വ്യവഹരിക്കവേ തന്നെ ശരീരവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ള അറിവ് നേടി ഇവിടെ ജീവിക്കാൻ കഴിയും. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ എന്താ? അതിനുള്ള മാർഗം പറഞ്ഞു തരാമെന്ന് കേട്ടോളൂ. ഈ ജ്ഞാനികളുടെ സ്വഭാവം അല്ലെങ്കിൽ മഹത്വം, അവരുടെ ആന്തരിക അനുഭവം പറയാമെന്നാണ്. അതാണ് അടുത്ത പദ്യത്തിൽ പറയുന്നത്. എந்த ஊர் நீரென்றால் இப்போதிருந்து நாம் வந்த ஊர் தன்னை மறந்தோமேல் அந்த ஊர் இன்று நாம் போம் வழியேதென்னில் உமக்கு ഏഴുലകം ഒன்று പോൽ ഒന്ന് തോന്നും. സാധാരണ ഒരാളെ
നമ്മൾ ആദ്യമായി കാണുകയാണെങ്കിൽ, ഇതിനു മുമ്പ് അദ്ദേഹത്തെ കണ്ടിട്ടില്ല, നമുക്ക് പരിചയമില്ലാത്ത ആളാണ്, അപരിചിതനായ ഒരാളെ നമ്മൾ ആദ്യം കണ്ടുമുട്ടിയാൽ നമ്മൾ ചോദിക്കുന്നത് ആദ്യം പേരെന്താണ്. കാരണം അയാളെ ഇനി ആ പേര് പറഞ്ഞു വിളിക്കാൻ വേറൊരാളുടെ അടുത്ത് സംസാരിക്കുമ്പോഴും ഇന്ന പേരുകാരനെ അറിയാമോ എന്നൊക്കെ ചോദിക്കണമല്ലോ. അതുകൊണ്ട് പേരെന്താന്ന് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് സ്വന്തം ദേശം എവിടെയാണ്, എന്നിട്ട് വീട്ടിൽ ആരൊക്കെയുണ്ട്, ഇങ്ങനെ പല ചോദ്യങ്ങളും. എന്ത് ചെയ്യുന്നു, എങ്ങോട്ടാ പോകുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഒരു ജ്ഞാനിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതാണ്. ജ്ഞാനിയോട് മറ്റുള്ളവർക്ക് ചോദിക്കാം, ജ്ഞാനിയിൽ നിന്നും ഇതുപോലുള്ള കാര്യങ്ങൾ, ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ആ നിർവൃതി പഞ്ചകം ശ്രീനാരായണ ഗുരുദേവൻ തിരുവണ്ണാമലയിലെ വിസിറ്റേഴ്സ് ബുക്കിൽ എഴുതി വെച്ചല്ലോ, നിർവൃതി പഞ്ചകം. യസ്യ തസ്യൈവ നിർവൃതി. പേരെന്താണ്, ദേശമെന്താണ്, എവിടെ നിന്ന് വരുന്നു, ഇങ്ങനെയുള്ള വ്യക്തിപരമായ വിവരങ്ങൾ ഒരു ജ്ഞാനി അറിയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നോ, ഈ വന്ന ആളിനെ അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം. ആരാണ് അദ്ദേഹം? ആത്മാവ്, ബ്രഹ്മം. ഈ ബ്രഹ്മത്തിന് ഊരും പേരും നാളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇനി വിശേഷിച്ച് എന്തെങ്കിലും ചോദ്യം ചോദിച്ച് അയാളിൽ നിന്ന് ഒരു മറുപടി കിട്ടാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നാണ്. ഇനി അയാൾ പറയുന്ന മറുപടി തെറ്റാണെന്നും ഈ ജ്ഞാനിക്കറിയാം. നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ അയാളൊരു പേര് പറയും. വാസ്തവത്തിൽ അത് അയാളുടെ പേരല്ല, ഓരോ ജന്മത്തിലും ഓരോ പേരാണ്. അപ്പൊ ഇതില് അയാളുടെ ശരിക്കുള്ള പേരേതാണ് അറിയില്ല. ഏത് ദേശക്കാരനാണ്, നമ്മൾ ജനിച്ച സ്ഥലത്തെയാണ് നമ്മുടെ സ്വന്തം ദേശം, നേറ്റീവ് പ്ലേസ് എന്നൊക്കെ പറയുന്നത്. ജനിച്ചത് എന്ന് പറഞ്ഞാൽ ഈ ശരീരം ജനിച്ച ദേശം എന്നാണ്. ഈ ശരീരം എവിടെ ജനിച്ചു എന്നാണ്. ഞാൻ ഈ ശരീരമല്ല എന്ന് ഉറപ്പുള്ള ഒരാൾക്ക് താൻ ഏത് ദേശക്കാരനാണ് എന്നുള്ള ചോദ്യത്തിന് എന്ത് മറുപടി പറയാൻ പറ്റും? ശരീരത്തിന് മാതാപിതാക്കൾ വെച്ചതാണ് പേര്, അത് ജനിച്ചത് സ്വന്തം ദേശവും. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ആരിൽ നിന്ന് വരുന്നില്ലയോ അയാൾക്കാണ് നിരന്തരമായ നിർവൃതി. കോ നാമ ദേശ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമല്ലോ നിർവൃതി പഞ്ചകം. പേരെന്താണ്, ദേശമെന്താണ്, എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, ഈ ചോദ്യങ്ങളൊന്നും ജ്ഞാനിക്ക് പ്രത്യേകിച്ച് ഒരു ഔത്സുക്യം ഉണ്ടാക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യം ചോദിച്ചറിയുന്നതിൽ ജ്ഞാനിക്ക് വലിയ താല്പര്യമില്ല എന്നാണ്. അതാണ് ഇവിടെ പറയുന്നത്. എന്ത ഊർ നീരെന്നാൽ, നീർ നിങ്ങൾ, താങ്കൾ, താങ്കൾ എന്ത ഊർ ഏത് ദേശമാണ് നിങ്ങളുടെ, എവിടത്തുകാരനാണ് എന്ന് ചോദിച്ചാൽ, എന്നോട് ചോദിച്ചാൽ, ഗ്രന്ഥകർത്താവാണല്ലോ പറയുന്നത്, പ്രഭോ അങ്ങ് ഏത് ദേശക്കാരനാണ് എന്ന് ചോദിച്ചാൽ, ഇപ്പോതിരുന്ന് നാം വന്ന ഊർ തന്നെ മറന്തോമേൽ, ഞങ്ങൾക്ക് പറയാൻ ഉള്ളത് എന്താണെന്നോ, നിങ്ങൾ ഏത് നാട്ടുകാരനാണ് എന്നുള്ള ചോദ്യം ചോദിച്ചാൽ, ആരും ചോദിച്ചില്ല, ഒരാള് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഊരേതാണ്, സ്വന്തം ദേശം ഏതാണ് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആ സ്ഥലത്തിന്റെ പേര് മറന്നുപോയി എന്ന് പറയും. എവിടെ നിന്ന് വരുന്നു, ഇല്ലെങ്കിൽ ഏത് ദേശക്കാരനാണ് എന്ന ചോദ്യത്തിന് ഇപ്പോതിരുന്ന് നാം വന്ന ഊർ തന്നെ മറന്നോ, ഞാൻ വന്ന ഊര്, ദേശം മറന്നുപോയി എന്ന് പറയും. അപ്പോ അന്ത ഊർക്ക് ഇன்று നാം പോം വഴി ഏത് എന്നിൽ, ആ ദേശത്തേക്ക് പോകാനുള്ള മാർഗം, വഴി ഏതാണ് എന്ന് ചോദിച്ചാൽ ഒന്നാമത് സ്വന്തം ദേശത്തിന്റെ പേര് തന്നെ മറന്നു. ഇനി ആ ദേശത്തേക്ക് എങ്ങനെയാ പോവുക എന്നുള്ള ചോദ്യത്തിന് അന്ത ഊർക്ക് ഇன்று നാം പോം വഴിയേ, ആ ദേശത്തിൽ ഇന്ന് എങ്ങനെയാ ചെന്നെത്തേണ്ടത്, അതിന്റെ മാർഗം എന്താണ് എന്ന് ചോദിച്ചാൽ ഉമക്ക് ഏഴുലകും ഒന്നുപോൽ എന്ന് തോന്നും. ഉമക്ക് ഏഴുലകും ഒന്നുപോൽ ഒന്ന് തോന്നും. എന്താ, ഏഴ് ലോകവും ഒന്ന് മറ്റേതുപോലെ തോന്നും. അതായത് ഒരു വ്യത്യാസവും ഇല്ല, പ്രത്യേകിച്ച് ഒരു വിശേഷവും ഇല്ല, എല്ലാം എൻ്റെ സ്വന്തം നാടാണ്. മാതാച പാർവതീ ദേവി, പിതാദേവോ മഹേശ്വര, ബാന്ധവ ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയം. ഒരു ശിവഭക്തന്റെ അടുത്ത് ചോദിച്ചു, അങ്ങയുടെ ബന്ധുക്കളൊക്കെ ആരാണ്, അച്ഛൻ ആരാണ്, അമ്മ ആരാണ്, സ്വന്തം ദേശം ഏതാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണ് മാതാച പാർവതീ ദേവി. എൻ്റെ അമ്മ പാർവതീ ദേവിയാണ്, സാക്ഷാത് ശ്രീ പാർവതി. പിതാദേവോ മഹേശ്വര,
അച്ഛൻ ശ്രീ മഹാദേവനാണ്, കൈലാസാധിപനായ കൈലാസവാസിയായ പരമേശ്വരൻ. അപ്പൊ ബന്ധുക്കളില്ലേ? ബാന്ധവ ശിവഭക്താശ്ച, എന്നെ പോലെ ശിവഭക്തന്മാരായി ഭസ്മവും പൂശി നടക്കുന്നുണ്ടല്ലോ കുറെ ആൾക്കാർ, അവരൊക്കെ എൻ്റെ ബന്ധുക്കളാണ്. ബാന്ധവ ശിവഭക്താശ്ച സ്വദേശോ ഭുവനത്രയം. അപ്പൊ അങ്ങയുടെ സ്വന്തം ദേശം, 3 ലോകങ്ങൾ എൻ്റെ സ്വന്തം ദേശമാണ്. ഞാൻ എവിടെ താമസിക്കുന്നുവോ അതെന്റെ സ്വന്തം ദേശമാണ്. എനിക്കെന്ന് പറഞ്ഞ് പ്രത്യേകം ഒരു സ്വന്തം നാടോ ദേശമോ ഒന്നുമില്ല. അതെന്താ? നമ്മുടെ കാഴ്ചപ്പാട് അങ്ങ് വികസിച്ചു പോയി, ഇടുങ്ങിയ ഭാവമൊക്കെ ഉള്ളിൽ നിന്ന് പോയി, സങ്കുചിത മനസ്സൊക്കെ ഒഴിഞ്ഞു പോയിട്ട് താൻ ഈ പ്രപഞ്ചം സ്വന്തം ദേശമായി ഉള്ളവനാണ്. ത്രിഭുവനം, ഭൂമി മാത്രമല്ല, 3 ലോകങ്ങൾ അല്ലെങ്കിൽ 7 ലോകങ്ങൾ, എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ഞാൻ എവിടെ എത്തുന്നുവോ അതെന്റെ സ്വന്തം ദേശമാണ്. അന്ത ഊർക്ക് ഇന്റെ നാം പോം വഴി ഏതെന്നിൽ, അങ്ങയുടെ സ്വന്തം ദേശത്തിലേക്ക് പോകാനുള്ള വഴി ഏതാണ് എന്ന് ചോദിച്ചാൽ, ഉമക്ക് 7 ഉലകും ഒന്നുപോൽ ഒന്ന് തോന്നും. 7 ലോകവും ഓരോന്നും മറ്റേതിനെ പോലെ തോന്നും എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യത്യാസവും ഇല്ല എന്നർത്ഥം. ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയാൽ അതും ഭൂമിയെ പോലെ തന്നെ തോന്നും. വ്യത്യാസമില്ല, ഭേദബുദ്ധിയില്ല. എല്ലായിടവും സ്വന്തം ദേശം തന്നെ. എല്ലാ നാട്ടുകാരും സ്വന്തം നാട്ടുകാർ തന്നെയാണ്. എൻ്റെ എന്നുള്ള ഒരു ഭാവമില്ല. ഈ ശരീരം ജനിച്ച ദേശത്തിനോ ആ ശരീരവുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾക്കോ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. എല്ലാവരും ബന്ധുക്കളാണ്. വസുധൈവ കുടുംബകം. ഈ ഭൂമി തന്നെയാണ് എൻ്റെ തറവാട് അല്ലെങ്കിൽ കുടുംബം. ജ്ഞാനിയുടെ അനുഭവമാണ്. നമുക്ക് വെറുതെയൊക്കെ പുറത്ത് പറയാം, വെറുതെ പറയാം, ലോകമേ തറവാട്, താഴ്മതാൻ അഭ്യുന്നതി, ഇതൊക്കെ പറയാൻ എളുപ്പമുണ്ട്. ആ ഭാവം ഉള്ളിൽ വരിക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. 7 ലോകങ്ങളും ഒന്നിൽ ലയിച്ചില്ലാതായതുപോലെ നിനക്ക് തോന്നും. 7 ലോകങ്ങൾ എന്ന് മറ്റുള്ളവർ കാണുമ്പോഴും ഈ 7 ബ്രഹ്മമയമായി തോന്നും എന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു വ്യത്യാസവും തോന്നുന്നില്ല. എല്ലാ ലോകവും മറ്റൊരു ലോകത്തെ പോലെ തന്നെ. സ്വർഗം ഭൂമിയെ പോലെ, ഭൂമി സ്വർഗത്തെ പോലെ, പാതാളം ഭൂമിയെ പോലെ അല്ലെങ്കിൽ സ്വർഗത്തെ പോലെ. വ്യത്യാസം തോന്നുന്നില്ല. കാരണം ഒരേ സത്യമാണ് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നത്. ജീവന്മാരുടെ ബുദ്ധിപാഠവും സ്മൃതി വൈഭവവും തുച്ഛമെന്ന് കാട്ടുകയാണ് ഈ പദ്യം. ബുദ്ധിപാഠവം ബുദ്ധിസാമർഥ്യം, സ്മൃതി വൈഭവം ഓർമ്മശക്തി. ഒരു സഞ്ചാരിയോട് അയാൾ തിരിച്ച സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ ആ സ്ഥലം പോലും പറയുന്നതിന് അയാൾ മറന്നുപോകുന്നു. ആര്? ജീവൻ മുക്തന്റെ കാര്യമാണ് പറഞ്ഞത്. എവിടുന്നാ വരുന്നത്? സ്വന്തം ദേശത്തു നിന്നാണ് വരുന്നത്. ഇപ്പൊ എവിടെ എത്തിയിരിക്കുന്നറിയാമോ? സ്വന്തം ദേശത്തിൽ തന്നെ. ഇതെങ്ങനെയാ സ്വന്തം ദേശത്തിൽ നിന്ന് തിരിച്ച് സ്വന്തം ദേശത്തിൽ തന്നെ തിരിച്ചെത്തുക? വ്യത്യാസമില്ല എന്നർത്ഥം. തന്റെ ജന്മസ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ ഉദ്യമിച്ചാൽ വന്ന വഴിയും അറിയാതെ ഒരു സ്ഥലവും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ 7 ലോകവും ഒന്നെന്ന പോലെ അയാൾക്ക് ഭ്രമമായി തോന്നിപ്പോകുന്നു. അങ്ങ് വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകണ്ടേ എന്ന് ചോദിച്ചാൽ വന്ന വഴി അറിയില്ല എന്നാണ്. എവിടെ നിന്ന് വന്നു, ഏത് മാർഗത്തിലൂടെ യാത്ര ചെയ്താണ് വന്നത്, ഒന്നും അറിയില്ല. ഉള്ളിൽ ഒരേ ഒരു ബ്രഹ്മഭാവം മാത്രം. അല്ലെങ്കിൽ ഈ 7 ലോകവും മിഥ്യാ ഭ്രമം, ആത്മവസ്തുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ഒരു ജീവൻ മുക്തൻ കാണുന്നില്ല. ഒരു സ്ഥലവും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ 7 ലോകവും ഒന്നെന്ന പോലെ അയാൾക്ക് ഭ്രമമായി തോന്നിപ്പോകുന്നു. ഇത്ര സ്വതന്ത്രതാവിഹീനരാണ് ജീവാത്മാക്കൾ എന്ന നിലയ്ക്ക് ഈ സ്വാതന്ത്ര്യം സാധാരണ ജീവന്മാർക്കില്ല. അവർക്ക് പ്രത്യേക സ്ഥലം, പ്രത്യേകം ബന്ധുക്കൾ, പ്രത്യേകം അച്ഛനമ്മമാർ, പേര്, ഇതെല്ലാം വേറെ വേറെയാണ്. അതാണല്ലോ നമ്മുടെ ഐഡന്റിറ്റി. ഒരാളുടെ ആ വ്യക്തിത്വം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ചേർന്നതാണ്. അച്ഛൻ, അമ്മ, സ്ഥലം, ജനന തീയതി, ഇപ്പൊ താമസിക്കുന്ന അഡ്രസ്സ്, പ്രസന്റ് അഡ്രസ്സ്, പെർമനന്റ് അഡ്രസ്സ്, സ്ഥിര മേൽവിലാസം, ഇപ്പോഴത്തെ മേൽവിലാസം. പിന്നെ താൻ പുരുഷനാണ്, സ്ത്രീയാണ്. പുരുഷനാണെങ്കിൽ ഭാര്യ ഇന്നാരാണ്, സ്ത്രീയാണെങ്കിൽ ഭർത്താവ് ഇന്നാരാണ്. പിന്നെ കുട്ടികളുടെ അച്ഛനോ അമ്മയോ ആണ്. എനിക്ക് ഇന്ന ആൾക്കാർ ബന്ധുക്കളായിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്താൽ ജീവൻ എന്നുള്ളത് പൂർണ്ണമായി. ഇതൊക്കെ വിട്ടാലോ ജീവൻ ഇല്ലേ ഇല്ല.
കുറെ സാധനങ്ങൾ, കുറെ സ്പെയർ പാർട്സ് വാങ്ങിച്ച് ഫിറ്റ് ചെയ്യുന്നത് പോലെയാണ് പേഴ്സണൽ ഡീറ്റെയിൽസ്. ജോലിക്കൊക്കെ പോകുമ്പോൾ കരിക്കുലം വൈറ്റേ എന്ന് പറയും, CV ബയോഡാറ്റ, അതിന്റെ ലാറ്റിനാണ് കരിക്കുലം വൈറ്റേ. അതിലെന്താ ചോദിക്കുന്നത്? പേര്, അഡ്രസ്സ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഏജ്, അച്ഛൻ്റെ പേരുണ്ടെങ്കിൽ അത്, അമ്മയുടെ പേര്, പിന്നെ ബ്ലഡ് ഗ്രൂപ്പ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഇതെല്ലാം നമ്മൾ നമ്മോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഉള്ളിൽ നിന്ന് പോയാൽ ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ ഈ ഭാവനകളെയെല്ലാം നമ്മൾ ഉള്ളിൽ നിന്ന് കളഞ്ഞാൽ പിന്നെ ഈ ഞാൻ ആരാ, ഇയാൾക്ക് എന്തെങ്കിലും നിലനിൽപ്പുണ്ടോ? ബാക്കി എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ബ്രഹ്മമായിരിക്കും. ഈ വിവരങ്ങളൊക്കെ ജീവനോട് ചേർന്ന് പ്രകാശിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ജ്ഞാനികളാണ് സർവതന്ത്ര സ്വതന്ത്രർ. അവരുടെ സ്വാതന്ത്ര്യത്തിന് കടിഞ്ഞാണിടാൻ ആർക്കും കഴിവില്ല. നമ്മൾ നമ്മെ തന്നെ പരിമിതരാക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ തന്നെ ഹരിക്കുന്നു. ഞാൻ ഇന്നാരാണ് എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് നമുക്ക് വ്യാപ്തിയുണ്ടോ? അതിൽ ചുരുങ്ങിപ്പോകുന്നു. അപ്പോഴാണ് ഈ സങ്കുചിത ചിന്തകൾ ഉണ്ടാവുന്നത്. ഇത്ര സ്വതന്ത്രതാവിഹീനരാണ് ജീവാത്മാക്കൾ എന്ന നിലയ്ക്ക് ജീവന്റെ ഉത്പത്തി, ലയം, സ്ഥിതി ഇവയും പരവസ്തുവിന്റെ ലക്ഷണം, അതിൽ ഐക്യം പ്രാപിക്കൽ ആദിയായ വേദാന്ത രഹസ്യങ്ങൾ ഇവയെല്ലാം സംശയരഹിതമായി മനസ്സിലാക്കുവാൻ കെൽപ്പുള്ള വിശിഷ്ട ഗുരുക്കന്മാരെ സമീപിച്ച് പണിഞ്ഞ്, മലയാളത്തിലെ പണിയുക അല്ല, അയാൾ എനിക്കിട്ട് പണിയാൻ വേണ്ടി നടക്കണതല്ല. തമിഴിൽ പണിവ് എന്ന് പറഞ്ഞാൽ വിനയം എന്നാണ്. പണിന്ത്, ആ തമിഴിനെ അതുപോലെ മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ദോഷം വരുന്നത്. പണിന്ത് എന്ന് പറഞ്ഞാൽ അടങ്ങി, വിനയത്തോടുകൂടി എന്നർത്ഥം. പണിവ് എന്ന് പറഞ്ഞാൽ വിനയം. ഇവിടെ പണിന്ത് എന്നുള്ളതിനെ പണിഞ്ഞ്, അതിന് വേറൊരു മോശപ്പെട്ട അർത്ഥമുണ്ട്, ആ അർത്ഥം എടുക്കണ്ട. സമീപിച്ച് പണിഞ്ഞ് അപേക്ഷിച്ചാലല്ലേ മനസ്സിലാകാൻ തരമുള്ളൂ. നല്ല ഒരു ബ്രഹ്മനിഷ്ഠനായ ആചാര്യന്റെ അടുത്ത് ചെന്ന് ഞാൻ ആര് എന്ന് ചോദിക്കണം. ആ ചോദ്യം നമുക്ക് ആദ്യം ബുദ്ധിശൂന്യമായി തോന്നും. ഞാൻ ആരെന്ന് എന്ന് വേറൊരാളോട് എന്ന് ചോദിക്കുക, അത് എന്ത് ഏർപ്പാടാണത്? ഞാൻ ആര് സാധാരണ മറ്റൊരാളുടെ ചോദ്യത്തിന് മറുപടി ആയിട്ടാണ് ഞാൻ ആര് എന്നുള്ളതിന്റെ വിവരങ്ങൾ നമ്മൾ നൽകുക. ഞാൻ വേറൊരാളോട് ചെന്ന് ചോദിച്ച് എന്താ ചോദിക്കുന്നത്? ഞാൻ ആര്. എന്തുകൊണ്ട്? എനിക്ക് ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോ താൻ ആരാണ് എന്ന് കണ്ടുപിടിച്ച വ്യക്തികളുണ്ട്, മഹാത്മാക്കൾ, സത്യദർശികൾ. അവരുടെ അടുത്ത് ചെന്ന് അങ്ങയുടെ ഉള്ളിലുള്ള ഞാൻ എന്താണെന്ന് അങ്ങക്ക് നല്ലപോലെ അറിവുണ്ടല്ലോ, അത് തന്നെ ആവണം എന്റെയും, അല്ലെങ്കിൽ എന്റെ ഉള്ളിലെ ഞാനെന്റെയും രഹസ്യം അങ്ങേക്ക് അറിയാമായിരിക്കും. അതുകൊണ്ട് ഞാൻ ആരാണെന്ന് അങ്ങ് പറഞ്ഞു തരൂ. അങ്ങനെ ചെന്ന് ചോദിക്കണം എന്നാണ് വിവേകചൂഡാമണിയിൽ നമ്മൾ വായിച്ചതാണ്. പണിഞ്ഞ് അപേക്ഷിച്ചാലല്ലേ മനസ്സിലാകാൻ തരമുള്ളൂ. പരമാർത്ഥം ഇങ്ങനെ ഇരിക്കെ നിന്റെ ജീവബോധത്താൽ അഹങ്കാര ശക്തിയാൽ പരവസ്തുവിനെ ചര്യാദികളാൽ സ്വയം പ്രാപിക്കാമെന്ന് നിശ്ചയിക്കുന്ന നിന്റെ മൂഢ്യം. ചര്യ എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ, പൂജ, ആസനം തുടങ്ങിയ എല്ലാം അതിനകത്ത് പെടും. ഇതൊക്കെ ഞാനിനെ വെച്ചുകൊണ്ട് നമ്മൾ അനുഷ്ഠിക്കുന്നതാണ്. അതൊക്കെ ചെയ്താൽ ഈ ഞാനിന്റെ രഹസ്യം പിടികിട്ടുമോ എന്നുള്ളതാണ് $1,000,000 ക്വസ്റ്റ്യൻ. ഞാൻ എന്നെ കുറിച്ച് എന്തോ ഒരു തെറ്റിദ്ധാരണ വെച്ചുകൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത്. ഈ കർമ്മം ചെയ്യുന്നവർക്ക് ഈ ഞാൻ എന്താണ് എന്നറിയണമെന്ന് താല്പര്യമില്ല. ഒന്നാമത് അതുണ്ട്. പിന്നെ ഈ അനുഷ്ഠാനങ്ങളിലൂടെ ഞാനിന്റെ രഹസ്യം പിടികിട്ടും എന്നവർ കരുതുന്നത് വലിയ വിഡ്ഢിത്തമാണ്. ഈ ഞാൻ ആര് എന്ത് എന്നുള്ളത് ഒരു ആചാര്യന്റെ അടുത്ത് അല്ലെങ്കിൽ ഉപനിഷത്തുകൾ വായിച്ചു വേണം മനസ്സിലാക്കാൻ. ജീവോ ബ്രഹ്മൈവ, അത് ഉപനിഷത്ത് വായിച്ചിട്ട് മനസ്സിലാക്കാം. ആത്മനിഷ്ഠനായ ഒരു ആചാര്യന്റെ അടുത്ത് ചെന്ന് ചോദിച്ച് അദ്ദേഹത്തിൽ നിന്നുള്ള ഉത്തരം കേട്ടും മനസ്സിലാക്കാം. അപ്പോ നിന്റെ ജീവബോധത്താൽ അഹങ്കാര ശക്തിയാൽ പരവസ്തുവിനെ ചര്യാദികളാൽ സ്വയം പ്രാപിക്കാമെന്ന് നിശ്ചയിക്കുന്ന നിന്റെ മൗഢ്യം, മൂഢത എത്ര ഗുരുതരമാണെന്ന് നീ ബോധിക്കുക. അത് സാധാരണപ്പെട്ട മൂഢതയൊന്നുമല്ല. നല്ല അരിച്ചെടുത്ത് ഉണക്കി, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പെട്ടെന്ന് ചീത്തയാവാതിരിക്കാൻ വേണ്ടി അതിനെ ജ്യൂസാക്കി അത് അരിച്ചെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കി ദീർഘകാലം നിലനിൽക്കാൻ വേണ്ടി, കേടുകൂടാതിരിക്കാൻ വേണ്ടി, ഇങ്ങനെ നമ്മുടെ മൂഢതയെ അരിച്ചെടുത്ത് അതിലുള്ള മാലിന്യങ്ങളോ ഒക്കെ മാറ്റി ശുദ്ധമായ മൂഢത,
അതിൽ മായമില്ല. നല്ല കറതീർന്ന മൂഢത. ആ മൂഢതയെ നമ്മൾ അരിച്ചെടുത്ത് ശുദ്ധമാക്കി അതിനെ ഉണക്കി വലിയ ഒരു നിധിയായിട്ട് ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ്, കേടുകൂടാതിരിക്കാൻ. കാരണം ജന്മജന്മാന്തരങ്ങളോളം നിലനിൽക്കണമല്ലോ അത്. ഈ മൂഢത ഉണ്ടെങ്കിലല്ലേ ഇനിയും ജനിച്ച് മരിക്കാൻ പറ്റൂ. അതായത് മനുഷ്യൻ പൊതുവിൽ ജീവൻ മൂഢനാണ് എന്നുള്ള കാര്യം ജീവൻ തിരിച്ചറിയുമ്പോഴാണ് ആ ജീവൻ ആത്മജ്ഞാനത്തിന് വേണ്ടി പ്രയത്നിക്കുന്നത്. എനിക്കെല്ലാം അറിയാമെന്ന് വിചാരിച്ച് നടക്കുന്ന ഒരുത്തനെ നിങ്ങൾക്ക് എന്ത് പഠിപ്പിക്കാൻ കഴിയും? എനിക്കെല്ലാം അറിയാം, ഈ ഭൂമുഖത്തുള്ള എല്ലാം അറിയാം. കാരണം അയാൾ റിസപ്റ്റീവേ അല്ല, അയാൾ സ്വീകരിക്കുന്ന ഒരു തലത്തിലല്ല, അയാൾക്ക് എല്ലാം അറിയാമെന്നുള്ള ഒരു ഭാവത്തിൽ കഴിയുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള ആളിനെ ഒരിക്കലും നന്നാക്കാൻ പറ്റില്ല. ആദ്യമായി നമ്മിൽ കുറവുണ്ട്, കുറ്റമുണ്ട്, അജ്ഞാനമുണ്ട് എന്ന് തിരിച്ചറിയണം. അതിനുള്ള പരിഹാരം തേടാൻ ശ്രമിക്കുകയും വേണം. ഇത് രണ്ടും ചേർന്നാലേ ആത്മാന്വേഷണം സഫലമാവും. അടുത്ത പദ്യത്തിലേക്ക് കിടക്കാം. വേട്ടിയും താഴ്പടമും വെണ്ണീറും വെൺപല്ലും കാട്ടുവത് ജ്ഞാനക്കളവ് കാൺ തേട്ടമറ്റോൻ പൂർണൻ കാൺ ശിറ്ററിവൻ പൊയ് പാശകോർ വടിവും പാശമെന്റെ അറിന്താർക്ക് ഓർ വടിവും വാർത്തയും ഉണ്ടോ? എനിക്ക് തോന്നുന്നത് ഈ കണ്ണുടയ വള്ളലാർ സ്വാമികളുടെ കാലത്ത് ഒരുപാട് കപട വേഷധാരികൾ ഉണ്ടായിരുന്നിരിക്കണം. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഈ കള്ളസന്യാസിമാരെ ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് അവരെ നിന്ദിക്കേണ്ട കാര്യം എന്താണ്? ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു, വേഷം കെട്ടി ലോകത്തെ പറ്റിക്കുന്നവരുടെ കാര്യം. ഇതാ വീണ്ടും അതിനെ തന്നെ പറയുന്നു. ജ്ഞാനികളുടെ വേഷം കെട്ടി നടക്കുന്ന അജ്ഞാനികളുണ്ട്. അവരുടെ ലക്ഷണങ്ങളെയാണ് പറയുന്നത്. വേട്ടിയും വേഷ്ടിയും, അതാണ് വേട്ടിയും വേഷ്ടിയും ഉണ്ട്. ഇവിടെ എന്താ? സാധാരണ മുണ്ടല്ല, സന്യാസിമാർ ധരിക്കുന്ന കാവ്യവസ്ത്രം, കാഷായ വസ്ത്രവും താഴ്വടമും താന്നു കിടക്കുന്ന രുദ്രാക്ഷമാലയും. കാഷായം നിർബന്ധമാണ്, അല്ലെങ്കിൽ സന്യാസിയായിട്ട് അംഗീകരിക്കുകയില്ല. അതുകൊണ്ട് ഒരു കാവ്യവസ്ത്രം ഉടുക്കണം. പിന്നെ കഴുത്തില് നല്ല നീണ്ടു കിടക്കുന്ന ധാരാളം രുദ്രാക്ഷമണികൾ കോർത്ത ഒരു മാലയും ഉണ്ടാവണം. അതാണ് അവിടെ വടം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിലെ വടമല്ല. താഴ്വടം എന്ന് പറഞ്ഞാൽ തൂങ്ങിക്കിടക്കുന്ന നീണ്ടു കിടക്കുന്ന രുദ്രാക്ഷമാലയും വെണ്ണീറും, വെണ്ണീർ ഭസ്മം, വെളുത്ത ഭസ്മം, ത്രിപുണ്ഡ്രം 3 വരെയായിട്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും പൂശി ഭസ്മക്കുറിയും വെൺപല്ലും, വെളുത്ത പല്ലും. അതെന്തിനാ അങ്ങനെ പറഞ്ഞത്? വെൺപല്ലും എന്ന്. ബ്രഹ്മചാരിയും സന്യാസിയും മുറുക്കാൻ ചവയ്ക്കാൻ പാടില്ല. വെറ്റില പാക്ക് ഒക്കെ കൂട്ടി 4 കൂട്ടി മുറുക്കുക എന്നൊരു ചൊല്ലില്ലേ? ഈ 4 കൂട്ടി മുറുക്കൽ ഗൃഹസ്ഥന്മാർക്ക് മാത്രമേ ഉള്ളൂ. വാനപ്രസ്ഥർക്ക് പോലും അത് പാടില്ല. ബ്രഹ്മചാരിക്കും സന്യാസിക്കും ഒട്ടുമേ പാടില്ല. കാരണം ബ്രഹ്മചാരി അവിവാഹിതനാണ്, സന്യാസി എല്ലാറ്റിനെയും ഉപേക്ഷിച്ചവനാണ്. അങ്ങനെയുള്ളവർ മുറുക്കാൻ ഇടരുത് എന്നാണ്. വെളുത്ത പല്ല് എന്തിന്റെ ലക്ഷണമാണ്? വെറ്റില മുറുക്കാത്തത് കൊണ്ട് പല്ലിൽ കറയില്ലാതെ ഇരിക്കുന്നവർ. അപ്പോഴാണല്ലോ വെളുത്ത പല്ല് ഉണ്ടാവുക. ഈ വെറ്റില സ്ഥിരമായിട്ട് ഇടുന്നവർക്ക്, പ്രത്യേകിച്ചും പുകയിലയും കൂട്ടി ഇടുന്ന ആൾക്കാരുടെ പല്ലില് കറയുണ്ടാവും. കാരണം കൂടെ കൂടെ മുറുക്കുന്നത് കൊണ്ട് ആ കറ പോവില്ല. അപ്പൊ അങ്ങനെയല്ല, വെള്ള പല്ലുള്ളവരാണ്, വെളുത്ത പല്ലുകളുള്ളവരാണ്. കാട്ടുവത്, ഇതൊക്കെ അവർ പ്രദർശിപ്പിച്ചു എന്ന് വരാവുന്നതാണ്. ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ? കാഷായ വസ്ത്രം അണിഞ്ഞിട്ടുണ്ടാവും, തൂങ്ങിക്കിടക്കുന്ന രുദ്രാക്ഷമാലകളും ഉണ്ടാവും, ഭസ്മക്കുറി ധരിച്ചിട്ടുണ്ടാവും, വെളുത്ത പല്ലും ഉണ്ടാവും. ഇതെല്ലാം പ്രദർശിപ്പിക്കുന്നത് ജ്ഞാനക്കളവ് ജ്ഞാനക്കളവ് എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തെ അനുകരിക്കുക, അല്ലെങ്കിൽ ജ്ഞാനത്തെ മോഷ്ടിക്കുക. കളവ് എന്ന് പറഞ്ഞാൽ മോഷണം എന്നാണല്ലോ. അവർ ജ്ഞാനത്തെ പുറമേ, അവർക്ക് ജ്ഞാനമുണ്ടെന്ന് അവർ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് കാണിക്കുന്നു എന്നാണ്. ഉള്ളിൽ ജ്ഞാനത്തിന്റെ കണിക പോലും ഇല്ല. ആൾക്കാർ ഈ വേഷവും നടപ്പും മറ്റുമൊക്കെ കണ്ടിട്ട് ഇദ്ദേഹം ജ്ഞാനിയാണ് എന്ന് വിചാരിച്ചോട്ടെ, എനിക്ക് ഒരു ആദരവും പ്രശസ്തിയും ഒക്കെ സമൂഹത്തിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് പല വേഷങ്ങളും കെട്ടുന്നവരാണ്. അത് ജ്ഞാനക്കളവാണ്.
ജ്ഞാനത്തെ അവർ അന്ധമായി അനുകരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് യഥാർത്ഥ ജ്ഞാനമില്ല. ജ്ഞാനമോഷണം എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് ജ്ഞാനം മോഷണം പോയിരിക്കുന്നു എന്നാണ്. അവര് ജ്ഞാനത്തെ മോഷ്ടിച്ചു വെച്ചു എന്നല്ല, അവരുടെ കയ്യിൽ ജ്ഞാനമില്ല, ജ്ഞാനത്തെ നഷ്ടപ്പെടുത്തിയവരാണ് അവർ. ജ്ഞാനക്കളവുകാൺ തേട്ടമറ്റോൻ എന്ന് പറഞ്ഞാൽ ആശയറ്റവൻ, ആഗ്രഹങ്ങളില്ലാത്തവൻ. തേട്ടമറ്റോൻ പൂർണ്ണൻ, ആഗ്രഹങ്ങളില്ലാത്ത ആത്മാവ് അല്ലെങ്കിൽ ഒരു ആത്മജ്ഞാനി പൂർണ്ണനാണ്. കണ്ടോളൂ. എന്നാലോ ശിറ്ററിവൻ എന്ന് പറഞ്ഞാൽ ചെറിയ അറിവോട് കൂടിയവൻ. ചെറു എന്നുള്ളത് സന്ധിയിൽ വരുമ്പോ ഷിറ്റ് ഇൻപം, ചിറു ഇൻപം, അല്പസന്തോഷം, വിഷയസന്തോഷം, വിഷയസുഖം എന്നാണ് അർത്ഥം. ഇതുപോലെ വലുത് എന്നുള്ളതിന് മാ എന്നാണ് പറയുന്നത്. മഹാ എന്നുള്ളതിനെ ചുരുക്കിയാണ് മന്നൻ എന്ന് പറഞ്ഞാൽ ചക്രവർത്തി, വലിയ രാജാവ്. മാനിലം, വലിയ ഭൂമി. മാനിലം എന്ന് തമിഴിൽ പറഞ്ഞാൽ സ്റ്റേറ്റ് എന്നാണ്. കേരള മാനിലം, തമിഴ്നാട് മാനിലം, വലിയ പ്രദേശം. മഹാ എന്നുള്ളതിനെ ചുരുക്കിയാണ് ശിറ്ററിവൻ, ചെറിയ അറിവുള്ളവൻ, പരിമിതമായ ജ്ഞാനമുള്ളവൻ, അല്പജ്ഞാനി. അയാൾ പൊയ് പാശ മെൻ്ററിന്താർക്ക്, പാശം കയറ്, ബന്ധനം എന്നർത്ഥം. ആഗ്രഹങ്ങളറ്റവൻ അല്പജ്ഞാനിയായിരിക്കില്ല. അല്പജ്ഞാനി എന്തായിരിക്കും? അയാൾക്ക് ലോകപാശം അല്ലെങ്കിൽ വിഷയബന്ധം ഉണ്ടാവും. പൊയ് പാശ മെൻ്ററിന്താർക്ക്, ഈ ബന്ധനം തന്നെ യഥാർത്ഥത്തിൽ മിഥ്യയാണ് എന്നറിഞ്ഞവർക്ക്, ബന്ധം തന്നെ യഥാർത്ഥത്തിലില്ല, നിത്യമുക്തമായ ആത്മാവ് മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞവർക്ക് ഓർ വടിവും വാർത്തയും ഉണ്ടോ. പരിമിതമായ ജ്ഞാനമുള്ളവനെയാണ് ജീവൻ എന്ന് പറയുന്നത്. ആ ജീവൻ അനന്തമായി ഈ സത്യത്തെ അറിയുന്നില്ല. സത്യം അറിയുന്നവരാരാണ്? താൻ ഒരിക്കലും ബന്ധത്തിൽ അകപ്പെട്ടിട്ടേ ഇല്ല, താൻ നിത്യമുക്തമായ ആത്മാവാണ് എന്നറിയുന്നവരാണ് യഥാർത്ഥ ജ്ഞാനികൾ. അവർക്ക് ഓർ വടിവും വാർത്തയും ഉണ്ടോ. വടിവ് ആകൃതി അല്ലെങ്കിൽ രൂപം. വാർത്തൈ എന്ന് പറഞ്ഞാൽ വാക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം, നാമം എന്നർത്ഥം, പേര്. അവർക്ക്, അതായത് ജ്ഞാനികൾക്ക് രൂപവും നാമവും ഉണ്ടോ? ഇല്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അവർക്കൊരു ശരീരം ഉണ്ടാവും, അതിനെ ഒരു പേര് പറഞ്ഞ് ബാക്കിയുള്ളവരെ വിളിക്കുന്നുണ്ടാവും. പക്ഷെ അദ്ദേഹം ആത്മാവാണ് എന്ന് സാക്ഷാത്കരിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ പേരോ രൂപമോ ഇല്ല, ആ ശരീരവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. എല്ലാം മിഥ്യയാണ് എന്നാണ് ജ്ഞാനി അറിയുന്നത്. അതായത് ഈ ജീവഭാവവും ആ ജീവഭാവത്തോടു കൂടി അറിയുന്ന അറിവും ബന്ധവും എല്ലാം മിഥ്യയാണ് എന്നറിയുന്നവർക്ക് ഒരു പേരോ രൂപമോ ഉണ്ടോ? ഇല്ല. കാവ്യവസ്ത്രം, രുദ്രാക്ഷമാല, ഭസ്മലേപനം, ശുഭ്രരതനം, രതനം പല്ല്, ശുഭ്രരതനം വെളുത്ത പല്ല് ഇത്യാദികളാൽ ജ്ഞാനികളായി നടിച്ച് നടക്കുന്നവരും ധാരാളം കണ്ടേക്കാം. യഥാർത്ഥ ജ്ഞാനികളെക്കാളും ജ്ഞാനികളുടെ വേഷം കെട്ടിയവരാണ് കൂടുതൽ. എല്ലായിടത്തും ഈ കപടവേഷധാരികളുടെ എണ്ണമായിരിക്കും കൂടുക. യഥാർത്ഥ പണ്ഡിതൻ ഒരാളുണ്ടാവും, പണ്ഡിതം മന്യന്മാരും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പണ്ഡിതനാകാതെ താൻ പണ്ഡിതനാണ് എന്ന് വേഷം കെട്ടി നടക്കുന്നവർ, അവരുടെ എണ്ണമാണ് കൂടുതൽ. ശുഭ്രരതനം ഇത്യാദികളാൽ ജ്ഞാനികളായി നടിച്ചു നടക്കുന്നവരും ധാരാളം കണ്ടേക്കാം. ഹൃദയത്തിനുള്ളിൽ ജ്ഞാനമില്ലാതെ വേഷധാരണങ്ങളും ജ്ഞാനനാട്യവും കൊണ്ട്, ജ്ഞാനം തനിക്കുണ്ട് എന്ന് നടിക്കുന്നത് കൊണ്ട്, അഭിനയിക്കുന്നത് കൊണ്ട് ഈ വകക്കാർക്ക് എന്താണ് ലഭിക്കുക? അന്തിമമായി ഇവർക്ക് എന്താ കിട്ടുന്നത്? കുറെ പേരെ പറ്റിക്കാൻ കഴിഞ്ഞു എന്ന് വരാം, കുറെ പ്രശസ്തിയും പേരും പെരുമയും ഒക്കെ നേടാൻ പറ്റിയെന്നും വരാം, പോകുന്ന സ്ഥലത്തൊക്കെ കുശാലായ ശാപ്പാടും കിട്ടി എന്ന് വരാം. അടുത്ത പദ്യത്തിൽ പറയും. ഇങ്ങനെയുള്ള കൂട്ടർക്ക് ഊണിന് ഒരു പഞ്ഞവും ഇല്ല. കാരണം എന്തെന്നോ, ഒരു മഹാത്മാവിനെ വീട്ടിൽ കൊണ്ടുപോയി ഒരു നേരത്തെ ആഹാരം അദ്ദേഹത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് പുണ്യമാണെന്ന് കരുതുന്ന എത്രയോ ഗൃഹസ്ഥന്മാരുണ്ട്, ഇല്ലേ? ഒരു നേരം അദ്ദേഹത്തെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ച്
ആഹാരം കൊടുക്കുക. അപ്പോ അതെന്തോ ഒരു സൗഭാഗ്യമായി കരുതുന്ന എത്രയോ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുന്ന കൂട്ടർക്ക് ആഹാരത്തിന് മുട്ടുണ്ടാവില്ല. എവിടെ പോയാലും തരക്കേടില്ലാത്ത ഒന്നാം തരം ആഹാരം തന്നെ ഇവർക്ക് കിട്ടും. അതുകൊണ്ട് എന്താ, ഉള്ളിൽ ശാന്തിയുണ്ടോ, അറിവുണ്ടോ, ആത്മാനുഭവമുണ്ടോ? ഒന്നുമില്ലല്ലോ. സർവജ്ഞനായി പരിപൂർണനായുള്ള ഈശ്വരനെയും അല്പജ്ഞനായി ഖണ്ഡാകാരനായി ജീവനെയും ജീവനെ വലയ്ക്കുന്ന മിഥ്യാഭൂതമായ സംസാരത്തെയും ഉള്ള വിധം അറിയുന്ന ജ്ഞാനികളിൽ പ്രത്യേക രീതിയിലുള്ള വേഷധാരണമോ സ്തുത്യങ്ങളായ ഉദ്ഘോഷങ്ങളോ മിക്കവാറും കണ്ടേക്കാൻ ഇടയില്ല എന്നുള്ളതും സത്യമാകുന്നു. അതായത് സ്റ്റഫുള്ളവന് വേഷത്തിന്റെ ആവശ്യമില്ല, സ്റ്റഫ് ഇല്ലാത്തവനാണ് വേഷം വേണ്ടത്. ഒരു ജ്ഞാനി, പച്ചയായ മനുഷ്യന്, ഈ ബാക്കിയുള്ളവരൊക്കെ അതുപോലെയല്ലേ? ബാക്കിയുള്ളവരൊന്നും അതുപോലെയല്ല. അവരുടെ കൂടെ ഒരു പരിവാരം ഉണ്ടാവും. വലിയ വലിയ ജ്ഞാന ഗ്രന്ഥങ്ങൾ പെട്ടികളിലാക്കി അത് ചുമക്കാൻ കുറെ ആൾക്കാരുണ്ടാവും. ഉപനിഷത്തുകൾ, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത, രാമായണം, മഹാഭാരതം, അതൊന്നും തുറന്ന് വായിക്കുന്നുണ്ടോ എന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയാവൂ. എന്തായാലും ഇങ്ങനെയുള്ള കുറെ ഷോ ഒക്കെ കാണിക്കണം. കുറെ ശിഷ്യന്മാരും വേണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കണ്ണടച്ചിരിക്കണം. വരുന്ന ഭക്തന്മാരെയൊക്കെ മോനെ മോളെ എന്നേ വിളിക്കാവൂ. ഇങ്ങനെയൊക്കെ ഉണ്ട്. കാരണം അവർ ഉന്നതമായ ഒരു തലത്തിലാണ്. അപ്പോ താൻ ആരെയും നമസ്കരിക്കരുത്, മറ്റുള്ളവർ തന്നെ നമസ്കരിക്കണം. താൻ അനുഗ്രഹം കൊടുക്കാൻ വേണ്ടി മാത്രമുള്ളവനാണ്. കൈ ഇങ്ങനെ ഉയർത്തി അനുഗ്രഹിക്കണം. താൻ വേറൊരാളുടെ കാൽക്കൽ ചെന്ന് വീഴരുത്. അതൊക്കെ തനിക്ക് കുറവാണ്. തന്നെ ആൾക്കാർ കുറച്ച് തന്നിൽ മതിപ്പുണ്ടാവും ആൾക്കാർക്ക് എന്നൊക്കെ അഹങ്കാരത്തിന്റെ പിടിയിൽപ്പെട്ട് ലോകത്തെ പറ്റിക്കുന്നു ഈ കൂട്ടർ. യഥാർത്ഥ ജ്ഞാനി ചിലപ്പോൾ തോളത്തൊരു മുണ്ട് ഇട്ട് റോഡിൽ കൂടെ നടന്നു പോകുന്നവനായിരിക്കും. ചിലപ്പോൾ കാലിൽ ചെരുപ്പ് പോലും ഉണ്ടാകും. ബാലകൃഷ്ണൻ നായർ സാറിൽ എന്തെങ്കിലും വിശേഷതകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ അദ്ദേഹത്തെക്കാളും വിശിഷ്ടമായ ഒരു വ്യക്തിത്വം മറ്റാർക്കെങ്കിലും ഉണ്ടോ? പച്ചയായ മനുഷ്യൻ, ഡൗൺ ടു എർത്ത് എന്ന് പറയും ഇംഗ്ലീഷിൽ. സാധാരണക്കാരിൽ സാധാരണക്കാരൻ, മറ്റുള്ളവരിൽ നിന്ന് യാതൊരു വൈശിഷ്ട്യവും തനിക്കുണ്ടെന്ന് ലോകർ കരുതാതിരിക്കാൻ അവർ വളരെ ശ്രദ്ധയോടുകൂടിയിരിക്കും. കാരണം പബ്ലിസിറ്റി ആവശ്യമില്ലാത്ത കൂട്ടരാണ്. അതുകൊണ്ടെന്താ, താൻ ആത്മജ്ഞാനിയാണ് എന്ന് ഇവരാരും തിരിച്ചറിയണ്ട. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പരമലൗകികനെ പോലെയൊക്കെ പെരുമാറിക്കളയാം എന്ന് വിചാരിക്കുന്നവരാണ്. ആള് കൂടാൻ ആഗ്രഹമില്ലാത്തവരാണ്. എന്നാലും കുറെ പേര് കൂടും. അത് ഒഴിവാക്കാൻ പറ്റാത്തതാണ്. അത് അദ്ദേഹം ആഗ്രഹിച്ചിട്ടല്ല. എന്നാലും കുറെ പേര് എങ്ങനെയെങ്കിലും ഒക്കെ അറിഞ്ഞ് ചുറ്റും കൂടും. അപ്പൊ ഈ ജ്ഞാനികളിൽ പ്രത്യേക രീതിയിലുള്ള വേഷധാരണ ഉണ്ടാവില്ല. സ്തുത്യങ്ങളായ ഉദ്ഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ പദ്യങ്ങളൊക്കെ ചൊല്ലുക. അർത്ഥമൊന്നും പറയില്ല. ഓരോരോ ജ്ഞാനഗ്രന്ഥങ്ങളിൽ നിന്ന് ഓരോന്നങ്ങനെ കാണാതെ പഠിച്ചിട്ടുണ്ടാവുമേ കുറെ. അതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നെടുത്ത് ഇങ്ങനെ വിളമ്പുക. ഇങ്ങനെയൊക്കെ വേഷം കെട്ടുന്നവരുണ്ട്. അവിടെയൊന്നും മിക്കവാറും ജ്ഞാനം ഉണ്ടാവുകയില്ല. ജ്ഞാനിയെ വിവരിക്കാൻ വാക്കുകളില്ല. അദ്ദേഹത്തിന്റെ സ്വരൂപം എന്താണെന്ന് അദ്ദേഹം മാത്രം അറിയുന്നു. എത്ര അടുത്തിടപഴകുന്നവർക്കും അദ്ദേഹം ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് അറിയാൻ സാധ്യമല്ല. കാരണം ആത്മാവാണ്. ഒരു ശരീരത്തോടുകൂടി നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നു, അത്രയേ ഉള്ളൂ. നമ്മൾ കാണുന്നത് ശരീരത്തെയാണ്, കേൾക്കുന്നത് അദ്ദേഹം പറയുന്ന വാക്കുകളെയുമാണ്. എന്താണ് അദ്ദേഹത്തിന്റെ ഉള്ളിലെ അനുഭവം അദ്ദേഹത്തിന് മാത്രം അറിയാം. അടുത്ത പദ്യത്തിലേക്ക് കിടക്കാം. കൽവിയായി പുസ്തകമായി കാവി കടുക്കുട്കട്ടായി പല്ലിൻ വെളുപ്പൊത്ത പശുമാർഗം എല്ലൈ കടന്റെ ധ്യാനത്തിൽ കൺഷിമിട്ട് മാം കാൺ ശുഴன்ற പെരുമായൈ തൊഴിൽ. കള്ളസന്യാസിമാരുടെ അല്ലെങ്കിൽ കള്ളജ്ഞാനികളുടെ വേഷത്തെ ഒന്നുകൂടെ വിവരിക്കുകയാണ്. പറഞ്ഞു കഴിഞ്ഞു, എന്നാലും ഒന്നുകൂടെ പറയുന്നു. കൽവിയായി, കൽവി അറിവ്, പാണ്ഡിത്യം, വിദ്യാഭ്യാസം എന്നാണ് ആ വാക്കിന്റെ ശരിക്കുള്ള അർത്ഥം. കൽവിയായി അവർ പാണ്ഡിത്യം പ്രദർശിപ്പിക്കുന്നവരായിരിക്കും. ആര്? ഈ കപടവേഷധാരികൾ. പുസ്തകമായി അധ്യാത്മ ഗ്രന്ഥങ്ങൾ വഹിക്കുന്നവരായി, കൊണ്ടു നടക്കുന്നവരായി.
അതിലുള്ള കാര്യമൊന്നും അവരുടെ തലയിൽ അല്പം പോലും കയറിയിട്ടില്ല. പുസ്തകം ഇങ്ങനെ കൊണ്ടു നടക്കണം. ചിലർ ഈ ഭാഗവതമൊക്കെ പട്ടിൽ പൊതിഞ്ഞ്, ഭാഗവതത്തോടുള്ള ആദരവ് കൊണ്ടാണെങ്കിൽ വളരെ നല്ലത്. ഭാഗവതത്തോടുള്ള ആദരവ് പട്ടിൽ പൊതിയുന്നത് കൊണ്ട് മാത്രം ഒതുങ്ങരുത്. അതിലുള്ള പദ്യങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുകയും കൂടി വേണം. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആദരവ് പ്രകടമാക്കേണ്ടത്. സിഖുകാരുടെ മതഗ്രന്ഥം ഉണ്ടല്ലോ, ഗ്രന്ഥാ സാഹിബ്, രണ്ടു വശത്തും ഈ വെഞ്ചാമരം പോലെ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും. അതിനൊരു പ്രത്യേക പീഠത്തിൽ ഇങ്ങനെ. നല്ലതാണ്, അതൊന്നും വേണ്ടെന്നല്ല. ഗ്രന്ഥാ സാഹിബിൽ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കറിയാമോ എന്നുള്ളതാണ് ഒരു സിഖുകാരനോട് നമുക്ക് ചോദിക്കാനുള്ളത്. ഓരോരുത്തർക്കും അവരവരുടെ മതഗ്രന്ഥം വിശിഷ്ടം തന്നെയാണ്. അതിനെ ആദരിക്കണം, ബഹുമാനിക്കണം, എല്ലാം സമ്മതിക്കാം. പക്ഷേ അതിൽ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഈ പുറമേ കാണിക്കുന്ന ഓരോ ചടങ്ങുകൾ കൊണ്ട് എന്ത് പ്രയോജനം? ഇപ്പൊ ഇവര് പാണ്ഡിത്യം പ്രദർശിപ്പിക്കുന്നു, അധ്യാത്മ ഗ്രന്ഥങ്ങളെ വഹിക്കുന്നവരായി ജീവിക്കുന്നു. കാഷായ വസ്ത്രം ഉടുക്കുന്നവർ, കടുക്കുൾ എന്ന് പറഞ്ഞാൽ കടുക്കുൾ എന്നാണ്. കടുക്കുൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ കടുക്കൻ. ചെവിയില് പണ്ടൊക്കെ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ എല്ലാവരും കാതുകുത്തും. കാതുകുത്തി കടുക്കൻ ധരിക്കുക എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ ആൺകുട്ടികൾക്ക് അത് വേണ്ട, പെൺകുട്ടികൾക്ക് മാത്രം മതി എന്നുള്ള ഒരു നിലയായി. ഇപ്പോ ക്രിക്കറ്റ് കളിക്കാര് കാത് കുത്താൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ ഇപ്പോഴും കാത് കുത്തി തുടങ്ങി. പിന്നെ ഒരു കാത് മാത്രം കുത്തി അതിലെന്തെങ്കിലുമൊക്കെ ധരിക്കുക. രണ്ട് കാതാണെങ്കിൽ പെണ്ണുങ്ങൾ പോലെ ആയി പോകും എന്നുള്ളതായിരിക്കും, എന്തെന്നറിയില്ല. എന്താണോ എന്തോ, ഒരു കാത് മാത്രം കുത്തി അതിലെന്തെങ്കിലും. കാത് കുത്തുക എന്നുള്ളത് വളരെ ശാസ്ത്രീയമായ ഒരു ആചാരമാണ്. കർണവേദം എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. ഈ കാത് കുത്തുന്ന സ്ഥലമുണ്ടല്ലോ, ഈ ചെവിയുടെ താഴെയുള്ള ആ ഭാഗം, അതൊരു നാഡീ കേന്ദ്രമാണ്. അവിടെ ഒരു ദ്വാരമുണ്ടാക്കി അതിൽ സ്വർണം ധരിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. ഋഷികളുടെ കണ്ടുപിടുത്തമാണ്. സ്വർണം അതിൽ ധരിക്കണം. ശരീരം സ്വർണത്തെ ആഗിരണം ചെയ്യുമോ, വലിച്ചെടുക്കുമോ, ഇങ്ങനെയൊന്നും ചോദിക്കരുത്. ചില നെർവ് സെന്റേഴ്സ് ഈ ഋഷിമാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. മൂക്കിന്റെ ഈ ഭാഗം സ്ത്രീകള് മൂക്ക് കുത്താറില്ല. എന്തിനാ? ഓരോരോ ശക്തി കേന്ദ്രങ്ങളാണ്. ആ ശക്തി കേന്ദ്രങ്ങളിൽ ദ്വാരമുണ്ടാക്കി അതിൽ സ്വർണം ധരിക്കണം എന്നാണ്. പ്ലാസ്റ്റിക്കും മറ്റുമൊക്കെ ധരിക്കുന്നത് കൊണ്ട് കാര്യമില്ല. പണ്ട് സ്വർണ്ണാഭരണങ്ങളാണല്ലോ ധരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും പുറകിൽ പല ഉദ്ദേശവുമുണ്ട്. പക്ഷെ ഇവിടെ വെറുതെ ഒരു വേഷം കെട്ടാൻ വേണ്ടി മാത്രം കടുക്കൻ ധരിക്കുന്നു. ആര്? ഈ ജ്ഞാനികളാണെന്ന് നടിക്കുന്നവർ. കട്ടായി, കടുക്കുൾ, കട്ടായി. കട്ട എന്ന് പറഞ്ഞാൽ തോളിലും കയ്യിലും ഒക്കെ ആയിട്ട് നമ്മൾ ഏലസ് കെട്ടാറില്ലേ, അതിനെയാണ് കട്ട എന്ന് പറയുന്നത്. ഏലസ് കൈക്ക് ചുറ്റും കെട്ടാറുണ്ട്, ചിലർ കഴുത്തിന് ചുറ്റും കെട്ടും. എന്നിട്ട് സ്വർണത്തിലോ വെള്ളിയിലോ പൊതിഞ്ഞ രുദ്രാക്ഷ മണികൾ. വെറും രുദ്രാക്ഷം ധരിക്കുന്നവരുണ്ട്. ഈ രുദ്രാക്ഷത്തിനെയൊക്കെ സ്വർണ്ണത്തകിടോ അല്ലെങ്കിൽ വെള്ളിത്തകിടോ കൊണ്ട് മൂടി അങ്ങനെ കഴുത്തിൽ അണിഞ്ഞ് നടക്കുന്നവരുണ്ട്. വേഷം പലവിധമാണ്, പലതരത്തിലാണ്. എങ്ങനെയൊക്കെ ഈ ആൾക്കാരെ പറ്റിക്കാം റിസർച്ച് ചെയ്യുന്ന കൂട്ടരാണ്. അതിന് അസ്വാഭാവികമായി എന്തെങ്കിലും ചെയ്യണം എന്നൊരു നിർബന്ധവും അവർക്കുണ്ട്. സാധാരണക്കാര് ചെയ്യുന്നത് പോലെ ചെയ്താൽ ഒരു വിശേഷമില്ലല്ലോ. അപ്പോൾ സാധാരണക്കാരിൽ നിന്ന് അന്യമായി, അത് എന്ത് കോപ്രായമാണെങ്കിലും വേണ്ടില്ല, എന്തെങ്കിലും പൊട്ടത്തരങ്ങള് സാധാരണക്കാരൻ ചെയ്യാത്ത ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ താനൊരു വിശിഷ്ട വ്യക്തിയായി അംഗീകരിക്കപ്പെടും എന്ന് തെറ്റിദ്ധരിക്കുകയാണ്. കട്ടായി ഇങ്ങനെ ഏലസ് മുതലായവ ധരിച്ചുകൊണ്ട് പല്ലിൻ വെളുപ്പ് ഒത്ത പശുമാർഗം, നേരത്തെ പറഞ്ഞ തന്നെ വെളുത്ത പല്ലോടുകൂടി ഇങ്ങനെയുള്ള മാർഗമുണ്ടല്ലോ, ഇത് പശുമാർഗം. ശൈവ സിദ്ധാന്തത്തിൽ പശു എന്ന് പറഞ്ഞാൽ ജീവൻ എന്നർത്ഥം. പശു, പതി, പാശം, ഇതാണ് മൂന്ന് തത്വങ്ങൾ, അടിസ്ഥാന തത്വങ്ങൾ. പശു ജീവൻ, ജീവന്മാരുടെ എല്ലാം നാഥനായ പതി ഈശ്വരൻ, പാശം മായ അല്ലെങ്കിൽ ബന്ധം. ഈ മൂന്നെണ്ണമാണ്. ഇതെല്ലാം ജീവന്റെ മാർഗമാണ്. ജീവന്റെ മനസ്സിൽ തോന്നുന്ന ഓരോ കാര്യങ്ങൾ, വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയും ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയും ഇങ്ങനെ പല വേഷങ്ങളും ജീവന്മാർ കെട്ടും.
എല്ലൈ കടന്റെ ധ്യാനത്തിൽ, എല്ലൈ അതിർത്തി, എല്ലൈ കടന്റെ ധ്യാനം എന്ന് പറഞ്ഞാൽ അതിർത്തിയെ അതിക്രമിക്കുന്ന ധ്യാനം. എന്താണ് അതിർത്തി? ശൈവ സിദ്ധാന്തത്തിൽ നമ്മൾ പറഞ്ഞ 36 തത്വങ്ങളുണ്ട് എന്നാണ്. സാഖ്യത്തിൽ 24, ശൈവ സിദ്ധാന്തത്തിൽ 36. ഈ 36 തത്വങ്ങളെയും കടന്നു നിൽക്കുന്ന ഒരു ധ്യാനസ്ഥിതിയിൽ ആണ് താൻ എന്ന് ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുന്നു. കണ്ണ് തുറന്നുകൊണ്ടിരുന്നാൽ അവന് വിലയില്ല. നമ്മെ ഒരാൾ ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുവെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ണടച്ചിരിക്കണം. ഉള്ളിലെന്ത് വേണമെങ്കിലും ആവാം, ദോഷമൊന്നുമില്ല. കണ്ണടഞ്ഞിരിക്കണം, കുറഞ്ഞ പക്ഷം പകുതിയെങ്കിലും അടഞ്ഞിരിക്കണം. അതാണല്ലോ ധ്യാനത്തിൽ. കണ്ണ് പകുതി തുറന്നിരിക്കുമെന്നോ അല്ലെങ്കിൽ പകുതി അടഞ്ഞിരിക്കുന്നോ എന്നോ പറയാം. അങ്ങനെ വേണം, എന്നാലേ അദ്ദേഹം സ്വാമി ധ്യാനത്തിലാണ്. അപ്പൊ ഭാവം എന്താ? താൻ 36 തത്വങ്ങളെയും അതിക്രമിച്ച് അതിന്റെ അപ്പുറത്തുള്ള ഈശ്വര തത്വത്തിൽ എത്തി എന്നാണ് വിചാരം. ഈ പശുമാർഗം എന്ന് പറഞ്ഞാൽ ജീവന്റെ മാർഗം എന്ന് പറഞ്ഞുവല്ലോ. അല്പഗുരുക്കന്മാർ, കപട ഗുരുക്കന്മാർ അവരെന്ത് ചെയ്യും? അവരുടെ വേഷവിധാനത്തിലൂടെയും ഭാവഭാവാദികളിലൂടെയും എന്ന് മറ്റുള്ളവരെ താൻ ജ്ഞാനിയാണ് എന്ന് ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അവർക്ക് സൂക്ഷ്മമായ തത്വത്തെക്കുറിച്ച് ഒരറിവും ഉണ്ടാവില്ല. അവരുടെ അടുത്താണ് ഈ പാവപ്പെട്ടവർ ചെന്ന് എന്തെങ്കിലുമൊക്കെ ഗ്രഹിക്കാം എന്ന് വിചാരിച്ചു പോകുന്നത്. നമ്മുടെ അത്രയും ജ്ഞാനം പോലും ഇല്ലാത്ത ആളാണ്. പിന്നെ അയാൾക്കൊരു പ്രശസ്തി, അയാളെ കൊണ്ടു നടക്കാൻ ആളുണ്ട് എന്നുള്ളത് കൊണ്ട് ജീവിച്ചു പോരുന്നു. അദ്ദേഹത്തിന് ഉള്ളിൽ ജ്ഞാനത്തിന്റെ ഒരു ചെറിയ അംശം പോലും ഇല്ല. അതുകൊണ്ട് അവർ പറയുന്നത്, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വിധിക്കുന്നത് ആ പൂജ ചെയ്യൂ, ഇന്ന മന്ത്രം ജപിക്കൂ, ഇന്ന അമ്പലത്തിൽ വഴിപാട് നടത്തൂ. കാരണം ജ്ഞാനത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന്. അപ്പൊ എന്താ? ഇതുപോലെയുള്ള ഓരോ മാർഗങ്ങൾ പറയും. അനുഷ്ഠാനം, യോഗാസനം, ധ്യാനം. ഈ പാവങ്ങള് കണ്ണടച്ച എന്താ ഇവർക്ക് ഓർമ്മ വരിക? വീട്ടുകാര്യങ്ങളാവും ഓർമ്മ വരിക. ഇവരുടെ അടുത്താണോ നിങ്ങൾ ആത്മധ്യാനം ചെയ്യൂ എന്ന് പറയുന്നത്? കണ്ണടച്ചാൽ, ഒരു സ്ത്രീ കണ്ണടച്ചാൽ, സാത്വികയായ പതിവ്രതയായ സ്ത്രീയാണെങ്കിൽ ഭർത്താവിൻ്റെയോ മക്കളുടെയോ രൂപമായിരിക്കും ഉള്ളിൽ തെളിയുക. കാരണം അവരുടെ ജീവിതം കുടുംബമാണ്. പുരുഷന്മാർക്ക് ഒരു പരിധിവരെ അങ്ങനെ തന്നെയാണ്. അപ്പൊ കണ്ണടയ്ക്കൂ, ധ്യാനിക്കൂ എന്ന് പറഞ്ഞാൽ ഈ ആത്മാവെന്താ? ചക്കയോ മാങ്ങയോ ആണോ? അതീന്ദ്രിയ ധ്യാനം. സാധാരണ ധ്യാനം തന്നെ പറ്റുന്നില്ല. ഇനി ഇന്ദ്രിയങ്ങളെ അതിക്രമിച്ച ഒരു ധ്യാനം. അങ്ങനെ കണ്ണടച്ചിരിക്കൂ, കണ്ണടച്ചിരിക്കൂ, കണ്ണു തുറക്കരുത് എന്ന് പറയുമ്പോൾ കണ്ണടച്ചോണ്ടിരിക്കുമ്പോൾ കുറെ നേരം കഴിയുമ്പോൾ ഉറക്കം വരും. ഉറങ്ങി അടുത്ത് ധ്യാനിക്കുന്നവന്റെ നെഞ്ചിലേക്കായിരിക്കും ചാരി വീഴുക. ഇനി പലർക്കും താൻ ഉറങ്ങി എന്നുള്ള കാര്യം പോലും അറിയില്ല. അവര് പറയുന്നതെന്നോ, ഇന്നത്തെ ധ്യാനം ഗംഭീരമായിരുന്നു എന്നാണ്. എന്താ? നല്ല സുഖമായിരുന്നു. പാവം ഉറങ്ങിപ്പോയതാണ്. ധ്യാനമല്ല. ഈ ധ്യാനത്തിന് ഉറക്കത്തിന് തമ്മിൽ വലിയ വ്യത്യാസമില്ല കേട്ടോ. ചിത്തവൃത്തികൾ ഉപശമിക്കുന്ന സ്ഥലമാണ് ഈ രണ്ടും. ധ്യാനത്തിൽ നാം പൂർണ്ണ ബോധത്തോടുകൂടി ആന്തരികമായി ഉണർന്നു വർത്തിക്കണം, എന്നാലേ ധ്യാനമാവും. തൻ്റെ ഉള്ളിലെ ബോധം ഉണർന്നു വർത്തിക്കുകയും മനസ്സ് ഉപശമിക്കുകയും ചെയ്യുമ്പോഴാണ് ധ്യാനം. ഉറക്കം എന്ന് പറയുന്നത് ചിത്തവൃത്തികളോടൊപ്പം താനും ലയിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് അറിവൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അറിയേണ്ട താൻ ഉണർന്നിരിക്കണ്ടേ അവിടെ. താനും ഈ ചിത്തവൃത്തികളോടൊപ്പം ലയിച്ചു പോയാൽ അറിവ് ആര് നേടും? മനസ്സുപശമിക്കണം, നമ്മുടെ ഉള്ളിലെ ബോധം ഉണർന്നു വർത്തിക്കണം. അതാണ് വേണ്ടത്. അപ്പൊ ഇവർ പല ടെക്നിക്കുകളും പറഞ്ഞ് ഈ പാവപ്പെട്ട ആൾക്കാരെ വഴിതെറ്റിക്കുന്നു. കാരണം അവർ ജീവബോധത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരാണ്. അവരാണ് ശരിക്കും പശുക്കൾ, അജ്ഞാനിയായ ജീവൻ എന്നർത്ഥം. എല്ലൈ കഴന്റെ ധ്യാനത്തിൽ കൺ ചിമിട്ടും. കൺ ചിമിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണിങ്ങനെ തുറന്നടയ്ക്കുക എന്നല്ല. ധ്യാനം ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടോ? അവരുടെ കൃഷ്ണമണികൾ മുകളിലേക്ക് പോകും. നേത്രഗോളങ്ങളെ ഇങ്ങനെ മുകളിലേക്കാക്കി കണ്ണ് ഒരു പകുതി ആ വെള്ള നിറം മാത്രമേ കാണത്തുള്ളൂ. ആ കൃഷ്ണമണി കാണാൻ പറ്റില്ല. ഇതിനെ മുകളിലാക്കി കളയും. നേത്രഗോളങ്ങളെ മുകളിലേക്ക് ഉയർത്തി, അപ്പോഴാണ് ധ്യാനം. സ്വാമിയുടെ കണ്ണ് കണ്ടോ? ആ വെള്ള ഭാഗം മാത്രമേ കാണാനുള്ളൂ. അങ്ങ് മോളിൽ പോയി എന്നാണ്. ഏത് കൃഷ്ണമണിയാണ് മോളിൽ പോയത്? ആള് മോളിൽ പോയിട്ടില്ല, ആളവിടെ തന്നെയാണ്. ഇങ്ങനെ പല വേഷം കെട്ടലുകളും ഈ അധ്യാത്മരംഗത്തുണ്ട് എന്നാണ്. കൺഷിമിട്ടും ആം കാൺ. ഇതെല്ലാം വെറുതെ മനുഷ്യരെ പറ്റിക്കാനുള്ള ഏർപ്പാടുകളാണ് എന്ന് കാണൂ, മനസ്സിലാക്കൂ. ഇവർ വാസ്തവത്തിൽ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ഈ ലോകത്തെ പറ്റിക്കുന്നവർ, മറ്റുള്ളവർക്ക് മോക്ഷം ഫ്രീ ആയിട്ട് കൊടുക്കാം എന്ന് വാഗ്ദാനം നൽകുന്നവർ,
ഇവർ എന്താ ചെയ്യുന്നത്? ഷുഴன்ற പെരുമായൈ തൊഴിൽ. ഷുഴன்ற എന്ന് പറഞ്ഞാൽ കാറ്റാടി യന്ത്രം പോലെ ചുഴലുന്ന മഹാമായയുടെ പിടിയിൽപ്പെട്ടവർ. അവരാണ് ലോകത്തെ രക്ഷിക്കാൻ പോകുന്നത്. ഇവരുടെ അടുത്ത് ജ്ഞാനത്തിന് വേണ്ടി എത്തുന്നവരുടെ കഥ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ആചാര്യൻ തന്നെ മായയുടെ പിടിയിലാണ്. അയാൾക്ക് എങ്ങനെ മറ്റുള്ളവരെ മായയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയും? സ്വതന്ത്രനായ ഒരാൾക്ക് മാത്രമേ വേറൊരു ബദ്ധനെ സ്വതന്ത്രനാക്കാൻ പറ്റൂ. ഞാൻ തന്നെ അസ്വതന്ത്രനായിരിക്കെ, മായയുടെ പിടിയിൽപ്പെട്ടിരിക്കെ, മറ്റുള്ളവരെ ഞാൻ എങ്ങനെ മായയിൽ നിന്ന് കരകയറ്റും? സാധ്യമല്ല. ഷുഴன்ற പെരുമായൈ. പെരുമായ എന്ന് പറഞ്ഞാൽ മഹാമായ. സാധാരണ മായയല്ല, മഹാമായ. കാറ്റാടി യന്ത്രം പോലെ ചുഴലുന്ന മഹാമായയുടെ തൊഴിലാണ് ഈ വേഷം കെട്ടലൊക്കെ എന്ന് കാണൂ എന്ന് പറഞ്ഞാൽ ഒരു ഇന്ദ്രജാലം. അവർ മായയുടെ പിടിയിൽ അകപ്പെട്ട് വിഷമിക്കുന്നവരാണ്. വെറുതെ ലോകത്തിൽ ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടി പല കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നാണ്. മേൽ വിവരിച്ച കപടയോഗിത്വത്തെ വീണ്ടും വിസ്തരിക്കുകയാണ്. ഇവർ കയ്യിൽ പുസ്തകവും കൊണ്ട് നടന്ന് പാണ്ഡിത്യവാദങ്ങൾ നടത്തുന്നു. കാവ്യവസ്ത്രം ധരിച്ച് മുറുക്കില്ലാതെയുള്ള ദന്തങ്ങളെ വെളിയിൽ പ്രകാശിപ്പിക്കുന്നു. അതാണ് വെളുത്ത പല്ല് പ്രദർശിപ്പിക്കുന്നു എന്ന് പറയുന്നത്. ചിലപ്പോൾ മഹാധ്യാനത്തിൽ ഏർപ്പെട്ട് കണ്ണുകൾ മേൽഭാഗത്തേക്ക് പെരുകി എന്നാണ് കിടക്കുന്നത്, ചെരുകി എന്നാണ്. കണ്ണ് ചെരുകുക എന്ന് പറയുന്നത് ചെരുകി എന്നാണ്. മലയാളം പുസ്തകത്തിൽ പെരുകി എന്നാണ് കിടക്കുന്നത്. അത് ചായാക്കി മാറ്റുക. കണ്ണുകൾ മേൽഭാഗത്തേക്ക് ചെരുകി ദീർഘസമയം ഇരുന്ന് മിക്കവാറും സാധുലോകരെ വശീകരിക്കുന്നു. ഒന്നും അറിഞ്ഞുകൂടാത്ത പാവപ്പെട്ട ആൾക്കാർ മുമ്പിൽ വന്ന് ഇരിക്കുന്ന ആൾക്കാരെ അതും ഇതൊക്കെ പറഞ്ഞ് ഭൗതികമായ എന്തെങ്കിലും നേട്ടങ്ങൾ നേടാൻ ശ്രമിക്കുന്നു. ജ്ഞാനമില്ലാത്ത ഇവരുടെ ഈദൃശ കപടവൃത്തികൾ ഇവരെ ചുറ്റി നിൽക്കുന്ന അജ്ഞാന കാഠിന്യം എന്നല്ലാതെ വേറെ എന്താണ് പറയാനുള്ളത്? മായ എന്ന് പറഞ്ഞാൽ എന്താ? അജ്ഞാനം, മൂഢത, ഒന്നും അറിയില്ല. ഈ മുമ്പിൽ വന്നിരിക്കുന്ന ആൾക്കാരെക്കാളും വലിയ രോഗിയാണ് അവർക്ക് പ്രതിവിധി നിശ്ചയിക്കുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ ഉള്ളിൽ അഹങ്കാരമുണ്ട്. അതെന്താ? ഞാൻ എൻ്റെ കുടുംബം, എൻ്റെ വീട്, എൻ്റെ കുട്ടികൾ, ഇതിൽ ഒതുങ്ങി നിൽക്കും. ഇയാളുടെ അഹങ്കാരം അതിനേക്കാളൊക്കെ എത്രയോ മഹത്താണ്. അപ്പൊ മഹാരോഗിയുടെ അടുത്താണ് രോഗികൾ പ്രതിവിധി അന്വേഷിച്ച് ചെല്ലുന്നത്. എങ്ങനെ രക്ഷപ്പെടും? നമ്മൾ പത്രത്തിലൊക്കെ വായിക്കാറില്ലേ? ഈ ആധ്യാത്മികതയുടെ പേരിൽ വൻ തട്ടിപ്പുകളല്ലേ നടക്കുന്നത്? ഈ ആധ്യാത്മികതയുടെ മറവിൽ ലഹരി മരുന്ന്, വ്യഭിചാരം, എന്തൊക്കെയാണ് നടക്കുന്നത്? ആയുധം, തീവ്രവാദം, രാജ്യരക്ഷയ്ക്ക് തന്നെ, രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ വലിയ വലിയ മയക്കുമരുന്ന് മാഫിയകളാണ്. പിന്നെ ഈ ആധ്യാത്മികതയുടെ മറവുള്ളത് കൊണ്ട് ഈ പോലീസും മറ്റ് സെക്യൂരിറ്റി ഏജൻസികളൊന്നും പെട്ടെന്ന് ഇവരെ സമീപിക്കില്ല. കാരണം എന്തെന്നോ, അതിന്റെ തലപ്പത്തിരിക്കുന്നവൻ സ്വാമിയുടെ ശിഷ്യനായിരിക്കും. അതാണ് കാരണം. നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ ആരെയും വ്യക്തിപരമായി വിമർശിക്കുകയല്ല. ഈ ടോപ്പ് ലെവലില് ഈ ധാരാളം ബ്രാഞ്ചുകളും അനുയായികളും ഒക്കെ ഉള്ളവർ, അവരൊക്കെ സമൂഹത്തിൽ നിലയും വിലയും ഉള്ളവരുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളവരായിരിക്കും. കാരണം നാളെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇവരെ രക്ഷിക്കാൻ ആൾ വേണം. ഈ മുമ്പിൽ വന്നിരിക്കുന്ന ഭക്തന്മാർ രക്ഷിക്കുമോ? നാളെ എന്തെങ്കിലും ഒരു കേസോ എന്തെങ്കിലും ഒന്നും വന്നു, അപ്പോ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും വക്കീല്, അതങ്ങനെയുള്ള പ്രൊഫഷണൽസ്, അങ്ങനെയുള്ളവരുമായിട്ടൊക്കെ ബന്ധം വയ്ക്കും. അവർക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെന്റും ഉണ്ടാവും. സാധാരണക്കാരെ പോലെയല്ല അവരെ പരിഗണിക്കുന്നത്. അതായത് എല്ലാവരും എൻ്റെ മുമ്പിൽ തുല്യമാണ്, പക്ഷേ ചിലർ കൂടുതൽ തുല്യരാണെന്ന് പറയില്ല. സം ആർ മോർ ഈക്വൽ. ആൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ എന്ന് പറഞ്ഞതുപോലെയാണ്. എല്ലാവരും തുല്യരാണ്, പക്ഷെ അതിൽ തന്നെ കുറെ പേര് കൂടുതൽ തുല്യരാണ്. ഈ കൂടുതൽ തുല്യത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തുല്യത എന്നുള്ളതിന് ഒരൊറ്റ അർത്ഥമല്ലേ ഉള്ളൂ. ഈ കൂടുതൽ തുല്യരാണെന്ന് പറഞ്ഞാൽ അവർക്ക് വിശേഷപ്പെട്ട ട്രീറ്റ്മെന്റ്, അവർക്ക് പ്രത്യേകം അംഗീകാരമോ മറ്റാനുകൂല്യങ്ങളോ ഒക്കെ കിട്ടും. അവർക്കും അത് ആവശ്യമാണ്. കാരണം അവരുടെ ഔദ്യോഗിക പദവി അവർക്ക് മാന്യത നേടിക്കൊടുക്കുന്നു എന്നുള്ളത് ശരി. അവർക്ക് ഇതുപോലെ ആധ്യാത്മിക സ്ഥാപനങ്ങളുമായിട്ടും ബന്ധമുണ്ട്. ഇന്നാരുടെ ശിഷ്യനാണ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു ആഡഡ് ക്വാളിഫിക്കേഷനാണ്. ആ യോഗ്യത കുറച്ചുകൂടെ കൂടുകയാണ് ചെയ്യുന്നത്. എല്ലാം വേഷമാണെന്ന്.
മുഴുവൻ വേഷമാണ്, കാപട്യം. എവിടെ തിരിഞ്ഞാലും ആരും ശരിക്കും താൻ എന്തോ അതായിട്ട് ആരും ഇരിക്കുന്നില്ല എന്നുള്ളത്. തന്നെ മറ്റൊന്നായി പ്രൊജക്റ്റ് ചെയ്യുകയാണ് എല്ലാവർക്കും ഇഷ്ടം. ചിലപ്പോൾ മഹാധ്യാനത്തിലെ അത് പറഞ്ഞല്ലോ, ജ്ഞാനമില്ലാത്ത ഇവരുടെ ഈദൃശ കപടവൃത്തികൾ ഇവരെ ചുറ്റി നിൽക്കുന്ന അജ്ഞാന കാഠിന്യം എന്നല്ലാതെ വേറെ എന്താണ് പറയാനുള്ളത്? അജ്ഞതയിൽ മുങ്ങിക്കിടക്കുന്നവരാണ് ആചാര്യന്മാരും ശിഷ്യന്മാരും ഒരുപോലെ. ആരെ രക്ഷിക്കാൻ ഇതിന്? അടുത്ത പദ്യം വായിക്കാം. ஞானக்கிரியை நடிப்பவர்க்கு நாடோறும் போனத்தளவே புஷிப்பன்றி ஏனாம் துறவாய் அவா வறுத்து மெய்யுணர்ந்த தூய அறிவார்க்கறியா ഇൻപം. ജ്ഞാനക്രിയൈ നടിപ്പവർക്ക്, തനിക്ക് ജ്ഞാനമുണ്ട് എന്ന് നടിക്കുന്നവർക്ക്, അഭിനയിക്കുന്നവർക്ക്, അതായത് ജ്ഞാനികൾ എന്തൊക്കെ ബാഹ്യമായി എന്തൊക്കെ പറയുമോ, എന്തൊക്കെ ആചരിക്കുമോ, വിശേഷിച്ച് അവർക്ക് അങ്ങനെ ആചാരമോ ഒന്നുമില്ല, എന്നാലും അവർ പല ഗ്രന്ഥങ്ങളിൽ നിന്നും പല പദ്യങ്ങളും ഉദ്ധരിച്ച് ആൾക്കാർക്ക് ആശയത്തെളിച്ചം ഉണ്ടാക്കി കൊടുക്കുമല്ലോ. അതുപോലെ ഇവരൊക്കെ പലതും ചെയ്തു എന്ന് വരാം. ജ്ഞാനക്രിയയിൽ നടിപ്പവർക്ക് നാടോറും, നാൾ തോറും, ദിവസം പ്രതി, ഓരോ ദിവസവും, പോനത്തളവേ ഭുഷിപ്പന്തി, ഭുജിക്കുക, ശാപ്പാട് കഴിക്കുക എന്നർത്ഥം. അതാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രയോജനം. ഈ വേഷം കിട്ടുന്നത്. പിന്നെ കുറേ സമ്പത്തും പാത കാണിക്കുകയും ഒക്കെ കിട്ടും. വീട്ടിലേക്ക് വരണമെങ്കിൽ 5001, അതിൽ കുറഞ്ഞാൽ വീട്ടിൽ വരില്ല. അതെന്താ? ഇത് സ്വാമിയുടെ നിഷ്ഠയാണ്. അങ്ങനെയാണ് പാത കാണിക്കുക 5001. അപ്പോൾ ഈ 5001 രൂപയ്ക്ക് അത് കൊടുക്കാൻ കഴിവില്ലാത്ത ഒരാളുടെ വീട്ടിൽ അയാൾ എത്ര ഭക്തനായിരുന്നാലും സ്വാമി പോവില്ല. അപ്പൊ നിങ്ങളുടെ പ്രേമത്തിനോ ഭക്തിക്കോ ഒന്നും കാര്യമില്ല ഇവിടെ, അതിനൊന്നും പ്രസക്തിയില്ല. കാശുണ്ടോ ഏത് പാതാളത്തിലും സ്വാമി എത്തും, എവിടെ വേണമെങ്കിലും എത്തും, എത്തിയിരിക്കും. കാരണം പ്രേമത്തെക്കാളും പൈസയാണ് സ്വാമിക്ക് ആവശ്യം. നല്ല റേ-ബാൻ കൂളിംഗ് ഗ്ലാസ് ഉണ്ടല്ലോ, ഒരെണ്ണം കൊണ്ടു കൊടുത്താൽ സ്വാമി ഭക്തിയോടുകൂടെ സ്വീകരിക്കും. സ്വാമി നിന്ന് നിങ്ങൾ സ്വീകരിക്കുന്നല്ല, നിങ്ങൾ കൊടുത്താൽ സ്വാമി റേ-ബാനിനോട് ഭക്തിയുള്ള സ്വാമിയാണ്, അതുകൊണ്ട് ഭക്തിയോടുകൂടെ സ്വീകരിക്കും, കണ്ണിൽ ധരിക്കുകയും ചെയ്യും. കാറിലേ വരും. സന്യാസിമാര് കാറിൽ കയറരുത് എന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ AC കാർ കൊണ്ടുവന്നാലേ വരുമെന്ന് പറഞ്ഞാൽ ആ സന്യാസിയെ അടിക്കണം. ഞാൻ അത്രേ പറയും. AC കാറിൽ കുറഞ്ഞതിലൊന്നും ഞാൻ വരില്ല. ഇവര് എന്തിനെയാണ് ത്യജിച്ചത്? ഇനി മനസ്സിലാവുന്നില്ല. എന്ത് സുഖഭോഗങ്ങളെയാണ് ത്യജിച്ചത്? എല്ലാവർക്കും ധാരാളം കൊടുക്കുന്നുണ്ടെന്ന്. സ്വാമിയുടെ കയ്യിൽ നിന്ന് കൊടുക്കുന്നതല്ല, ബാക്കിയുള്ളവരെ കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് കൊടുക്കുന്നതാണ്. സ്വാമി എടുത്ത് പോയാൽ സ്വാമി ചിലപ്പോൾ ഒരു ആപ്പിൾ തരും, അല്ലെങ്കിൽ ഒരു ഓറഞ്ച് തരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്വർണ്ണ ലോക്കറ്റോ എന്തെങ്കിലും ഒക്കെ തരും. സ്വാമി ഉണ്ടാക്കിയതല്ല, സ്വാമിക്ക് ഫാക്ടറി ഒന്നുമില്ല. സ്വാമിക്ക് ചിലപ്പോ കള്ളനോട്ടടിക്കാൻ ഇത് അച്ചുകൂടെ ഉണ്ടായിരിക്കും, ചിലപ്പോൾ അതറിയില്ല. കാരണം എന്താ? ഒരാൾ കൊണ്ടുവരുന്നു, ഒരാളിപ്പോൾ ഒരു 101 ആപ്പിൾ കൊണ്ട് കൊടുത്താൽ സാധാരണക്കാർ വരുമ്പോൾ ഓരോ ആപ്പിൾ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നതിന് എന്താ വിരോധം? സ്വാമിയുടെ കയ്യിൽ നിന്ന് പൈസ വല്ലതും ചിലവാകുന്നുണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ഈ ഒരു ആപ്പിൾ കിട്ടുന്നവൻ അത് വലിയ കാര്യമാണ്. സ്വാമി എനിക്ക് ആപ്പിൾ കൊള്ളാം. സ്വാമി കയ്യിൽ നിന്ന് ഒരു കടുകുമണി പോലും ആർക്കും കൊടുത്തിട്ടില്ല സ്വന്തം ചെലവിൽ. പണക്കാരെ എന്തൊക്കെയോ കൊണ്ട് കൊടുക്കുന്നു, അതിന്റെ ഒരംശം പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുന്നു. അതൊക്കെയാണോ മഹത്വം? അത് വെച്ചാണോ മഹത്വത്തെ നാം അളക്കേണ്ടത്? അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു? പ്രതിദിനം കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള ആനന്ദമല്ലാതെ ഇവർക്ക് ഉള്ളാനന്ദം, ആത്മാനന്ദം കിട്ടുന്നില്ല. നാൾതോറും പോനത്തളവേ ഭുഷിപ്പன்றി ഏനാം. അതിന്റെ കൂടെ 4ാമത്തെ വരിയിലെ അവസാനത്തെ വാക്ക് ചേർക്കണം. ഏനാം ഇൻപം എന്ന് ചേർത്ത് അർത്ഥം പറയാൻ പറ്റും. ഇൻപം ഏൻ ആം എന്ന് പറഞ്ഞാൽ എന്താ? ഇവർക്ക് എന്ത് സുഖമാണ് ഉണ്ടാവുക? ശങ്കരാചാര്യരൊക്കെ പ്രാർത്ഥിക്കുന്നത് ദയവ് ചെയ്ത് എന്നെ ഒരു മഠാധിപതി ആക്കരുതേ എന്നാണ്. ഒരു മഠത്തിൻ്റെയോ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെയോ ടോപ്പിൽ എന്നെ ഇരുത്തരുതേ. കാരണം അത് നമ്മെ ലൗകികത്തിലേക്ക് പിടിച്ചു വലിക്കും. എത്രയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നാലും ഒരു മഠാധിപതി എന്ന് പറയുമ്പോൾ പലതും നമ്മുടെ പേരിലായിരിക്കും നടത്തുന്നത്. അതിൽ അധർമ്മവും കാണും. ചിലപ്പോൾ ഈ സ്വാമി അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ എന്തിനാ ഇതിനൊക്കെ പോണതെന്നാണ്. വേണ്ട, എനിക്ക് ഈ മാഠാപത്യം വേണ്ടേ വേണ്ടെന്നാണ്.
കള്ളം പറയേണ്ട ഒരു ഗതികേടും എനിക്കുണ്ടാവരുത്, സാക്ഷി പറയാനും ഇടയാകരുത് എന്നാണ്. മാഠാപത്യം ഹൃതവചനം സാക്ഷിവാദ പരാന്നം. ഏതെങ്കിലും കോടതിയിൽ ചെന്ന് സാക്ഷി പറയുക മോശപ്പെട്ട കാര്യമാണെന്നാണ്. എതിർഭാഗം വക്കീലിന്റെ ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ മറുപടി പറയണം. സുഖമുള്ള ഏർപ്പാടാണോ? നമ്മൾ കണ്ടത് പറയുന്നു, കള്ളസാക്ഷിയല്ല എന്നുള്ളത് ശരി. പക്ഷേ അങ്ങനെ സാക്ഷി പറയേണ്ട ഒരു ഗതികേട് എനിക്ക് ഉണ്ടാക്കരുതേ എന്നാണ് ശങ്കരാചാര്യരുടെ പ്രാർത്ഥന. പരാന്നം, അന്യന്റെ അന്നം ഭക്ഷിക്കുക. എപ്പോഴും വേറൊരാളെ ആശ്രയിച്ച് അവരുടെ വീട്ടിൽ ചെന്ന് കഴിയുക എന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ വെച്ച് നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്ന, അത് കഞ്ഞിയായാൽ പോലും അതാണ് നല്ലത്. സമയത്ത് കിട്ടുമല്ലോ. നമ്മൾ വേറെ ആളുടെ വീട്ടിൽ ചെന്നാൽ അവർ പറയും ഞങ്ങളുടെ വീട്ടിൽ ദിവസവും ഊണ് കഴിക്കുന്നത് 2:30, നിങ്ങൾ 12:30 കഴിക്കുന്ന ആളായിരിക്കും. 2 മണിക്കൂർ വിശന്ന് വരിഞ്ഞ് കിടക്കണ്ടേ? ഇതിന്റെ ആവശ്യമുണ്ടോ? അന്യന്റെ വീട്ടിൽ ഒരു നേരത്തെ ഊണിന് ചെന്ന് നിൽക്കരുതെന്നാണ്. പരാന്നം പ്രാണസങ്കടം എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. നമ്മുടെ നിയന്ത്രണത്തിൽ ഇരിക്കണം, അത് അല്പമായാൽ പോലും. അപ്പൊ ഇവർക്ക് ഇൻപം ഏൻ ആം, ഇവർക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്? തുറവായി അവാ വറുത്ത്. തുറവ്, അവാ അറുത്തൽ, രണ്ടിനും ഒരേ അർത്ഥം പറയാമെങ്കിലും ചെറിയ വ്യത്യാസമുണ്ട്. തുറവ് സന്യാസം എന്നർത്ഥം. ഞാൻ പറഞ്ഞല്ലോ തുറവൂർ, സന്യാസികളുടെ ഊര് എന്നാണ്. ആലപ്പുഴയ്ക്കടുത്താണല്ലോ തുറവൂർ. തുറവ് സന്യാസം, ത്യാഗം എന്നർത്ഥം. തുറവായി എന്ന് പറഞ്ഞാൽ പുറമേ ഒന്നിനെ ത്യജിക്കുന്നതാണ് ബാഹ്യത്യാഗം. അതിനെയാണ് തമിഴില് തുറവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സന്യാസം ആന്തരമായിട്ടും കൂടെ സംഭവിക്കണം. അതാണ് അവാ അറുത്ത്. അവാ എന്ന് പറഞ്ഞാൽ സംഘം, വിഷയങ്ങളിലുള്ള സംഘം, വ്യക്തികളോടുള്ള സംഘം. ആ സംഘത്തെയും അറുത്ത് എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ അറുത്ത് തന്നെ മുറിച്ച് ഇല്ലാതെയാക്കി. മെയ്യുണർന്ന, മെയ് എന്ന് പറഞ്ഞാൽ സത്യം, ശരീരം എന്നൊരർത്ഥമുണ്ട്. മെയ്യ്, പൊയ്യും മെയ്യും, കള്ളവും സത്യവും എന്നർത്ഥം. ഇവിടെ മെയ്യുണർന്ന എന്ന് പറഞ്ഞാൽ പരമാർത്ഥത്തെ സാക്ഷാത്കരിച്ച തൂയ അറിവാർക്ക് അറിയാ ഇൻപം. സത്യം നല്ലപോലെ സാക്ഷാത്കരിക്കുകയല്ല, സിദ്ധാന്തപരമായി ഗ്രഹിച്ചവർക്ക് പോലും തൂയ അറിവാർക്ക് എന്ന് പറഞ്ഞാൽ നിർമ്മലമായ അറിവ്, സിദ്ധാന്തപരമായി നല്ലതുപോലെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഈ ആത്മാവിനെ. സ്വാനുഭവം ഇല്ല എന്നൊരു കുറവേ ഉള്ളൂ. ബുദ്ധിയുടെ തലത്തിൽ നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരാണ് തൂയ അറിവ്, ശുദ്ധ അറിവുള്ളവർ. തൂയ അറിവാർക്ക് അറിയാം. അങ്ങനെ ശുദ്ധബോധമുള്ളവർക്ക് പോലും അറിയാൻ കഴിയാത്തതാണ്, അനുഭവിക്കാൻ വിഷമമുള്ളതാണ് ഈ ആത്മാനന്ദം. അപ്പൊ എത്ര കണ്ട് ദുർലഭമാണത് എന്ന് നോക്കണം. അത്യന്ത നിർമ്മല ബുദ്ധികൾക്ക് പോലും ഈ ആത്മാനുഭവം കിട്ടുന്നില്ല. അത്രയേറെ പ്രയാസമാണ്. തൂയ അറിവാർക്ക് അറിയാം, ശുദ്ധബോധമുള്ളവർക്ക് പോലും അറിയാൻ കഴിയാത്തതാണ്, അവരുടെ അറിവിന് വിഷയമാകാത്തതാണ് ഇൻപം, ഈ ബ്രഹ്മാനന്ദം അല്ലെങ്കിൽ ആത്മാനന്ദം. തുറവ് അവാ വറുത്തൽ. തുറവ് എന്ന് പറഞ്ഞാൽ ബാഹ്യത്യാഗം, അവാ അറുത്തൽ എന്ന് പറഞ്ഞാൽ സംഘത്തെ ഉള്ളിൽ നിന്ന് വിടുക, അകപ്പറ്റ് നീങ്ങുതൽ, ഉള്ളിലുള്ള പറ്റ്, ബന്ധം, സംഘം ഇല്ലാതെയാവുക. ഈ വിരുവകൈ പറ്റും നീങ്കവേ സകല കേവലങ്ങളും നീങ്ങും. ഈ 2 സംഘങ്ങളെയും ഉപേക്ഷിച്ചാലേ എല്ലാ സംഘങ്ങളും ഇല്ലാതെയാവും. ബാഹ്യ സംഘവും ഉണ്ടാവരുത്, ആന്തര സംഘവും ഉണ്ടാകരുത്. ആന്തര സംഘം എന്ന് പറഞ്ഞാൽ അനുഭവിക്കണം എന്നുള്ള ആഗ്രഹം, വാസന എന്നർത്ഥം. നമുക്ക് പലതിനെയും ബാഹ്യമായി ത്യജിക്കാൻ പറ്റും, പക്ഷെ ഈ ത്യജിച്ചതിലുള്ള ആഗ്രഹത്തെ വിടാൻ പ്രയാസമായിരിക്കും. നമ്മൾ കാശിയിലും മറ്റുമൊക്കെ പോയിട്ട് ഓരോന്ന് ഉപേക്ഷിച്ചിട്ട് വരാറില്ലേ? ഒരു കായ, ഒരു ഇല, ഒരു പഴം, ഇത് ഉപേക്ഷിക്കണമെന്നാണ് കാശിയിൽ ചെന്ന. പലരും എന്തൊക്കെയാണ് ഉപേക്ഷിക്കുന്നതെന്ന് അറിയാമോ? കാഞ്ഞിരത്തിന്റെ പഴം മനുഷ്യൻ കഴിക്കാത്തതാണ്, വിഷക്കായാണ്. നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ കഴിക്കാത്തതോ അല്ലെങ്കിൽ വിഷഫലങ്ങളോ അതവിടെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് എന്ത് കാര്യം? നമുക്ക് ഏതിലാണോ സംഘം, ഏതാണോ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടത് അതിനെ വിടണം. ഇല ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ആലില ഉപേക്ഷിച്ചിട്ട് വരും. ആലില നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് എടുക്കാറുണ്ട്. വാഴയില ഉപേക്ഷിക്കുകയില്ല, കാരണം വാഴയില ഇലയിലാണല്ലോ ഊണ് കഴിക്കേണ്ടത്. ചീര അങ്ങനെയുള്ളതൊന്നും, ക്യാബേജ് ഇങ്ങനെയുള്ളതൊന്നും, അതായത് കിട്ടാൻ അപൂർവം പ്രയാസമുള്ളതും
നമ്മൾ ദൈനംദിനം ഉപയോഗിക്കാത്തതുമായ കാര്യങ്ങളെയാണ് കാശിയിൽ കൊണ്ട് എന്തോ വിടണം, ഒരു കായ്, ഒരു ഇല, ഒരു പഴം, അത് ഉപേക്ഷിച്ചു. പിന്നെ അത് ജീവിതത്തിൽ കൂട്ടരുതെന്നാണ്. എന്നിട്ട് അത് കഴിക്കുന്നവര്, അത് ഉപയോഗിക്കുന്നവർ ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ട ഒരെണ്ണം തന്നെ ഉപേക്ഷിച്ചു എന്ന് വിചാരിക്കുക. അതിനെ കാണുമ്പോൾ ഉള്ളിലൊരു കൊതി വരും. ഇതിനെ വിടേണ്ടിയിരുന്നില്ല, വേറൊന്ന് വിട്ടാൽ മതിയായിരുന്നു. ആ സംഘം പോണില്ലെന്നേ. ഉള്ളില് ഒരു വസ്തുവിനോടുള്ള സംഘം വിടാൻ വലിയ പ്രയാസമാണ്. ആ വസ്തുവിനിൽ നിന്ന് നമുക്ക് ബാഹ്യമായി അകന്നു കഴിയാൻ പറ്റും, പക്ഷെ അതിലുള്ള കൊതി അത് മനസ്സിൽ നിന്ന് പോവില്ല. അതാണ് ഈ സംഘത്തെ ഇല്ലാതാക്കാൻ വലിയ പ്രയാസമാണ് എന്ന് പറയുന്നത്. ഇവിടെ ആന്തര സംഘവും ബാഹ്യ സംഘവും രണ്ടും ഇല്ലാതെയാവണം. ഇത് രണ്ടും പോയാൽ എല്ലാ ദ്വൈതഭാവങ്ങളും ഇല്ലാതെയാവും. അപ്പോഴാണ് ആത്മജ്ഞാനം ഉള്ളിൽ ഉദിക്കുക. ശുദ്ധ നിർമ്മല ഹൃദയമുള്ളവർക്ക് പോലും ഈ ആത്മാനന്ദം കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് വളരെ ദുർലഭമാണ്, പ്രയത്നിച്ച് നേടേണ്ടതാണ്, പ്രയാസമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം എന്നാണ്. നാടോറും പോനത്തളവേ, നാൾ തോറും പോനത്തളവേ, ദിവസങ്ങൾ പോകുന്നു. പോനത്തളവേ എന്ന് പറഞ്ഞാൽ പോകുന്നതല്ലാതെ, പോകുന്നത് മാത്രമേ ഉള്ളൂ. ദിവസങ്ങൾ പോകുന്നു, ആഹാരം കിട്ടുന്നു, ദിവസേന 3 നേരം രുചികരമായ ഭക്ഷണം കിട്ടുന്നു. ആ ഒരു സുഖം, ആ ശാപ്പാടിൽ നിന്നുള്ള സുഖമല്ലാതെ ഇവർക്ക് എന്ത് ആത്മാനന്ദമാണ് കിട്ടുന്നത്? ഓരോ ദിവസവും ഇങ്ങനെ കടന്നു പോകുന്നു, അത് മാത്രമാണ് പ്രയോജനം എന്നാണ്. ഇതിനുപരി സൂചിപ്പിച്ച വിധം ജ്ഞാനി നില നടിക്കുന്നവർക്ക് ഉദാരമതികളായ ലോകർ സത്കാരമേകി സുഖമായി ആഹാരാദികൾ നൽകും എന്നുള്ളത് ശരിയാണ്. അന്നേ ഉണ്ട് ഈ ഏർപ്പാട്. ഒരു കാവ്യവസ്ത്രവും കഴുത്തിലൊരു രുദ്രാക്ഷമാലയും. ഈ നോർത്ത് ഇന്ത്യയിലാണ്, ഉത്തരേന്ത്യയിലാണ് ഇത് ഏറ്റവും കൂടുതൽ. കാഷായ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അവൻ ഏത് തരക്കാരനാണെങ്കിലും, വലിയ വലിയ ധനികന്മാരൊക്കെ റോഡിൽ നടന്നു പോകുമ്പോൾ സാഷ്ടാംഗ പ്രണാമം ചെയ്യും. നോട്ടുകെട്ടുകൾ അവരുടെ മടിയിൽ കൊണ്ടിടുന്നതാണ്. അവർ മഹാത്മാക്കളാണെന്നാണ് ഇവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. മഹാരാജ് എന്നാണ് വിളിക്കുന്നത്. അതല്ലാതെ അവർക്കും ലോകർക്കും ഈ കപടവൃത്തി കൊണ്ട് ഉയിർ ശുദ്ധി ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ഉയിർ ശുദ്ധി എന്ന് പറഞ്ഞാൽ ജീവശുദ്ധി അല്ലെങ്കിൽ ചിത്തശുദ്ധി എന്നർത്ഥം. നമ്മുടെ വ്യക്തിത്വം പവിത്രമാകണം. ആ പവിത്രത ഈ കപടവേഷധാരികൾക്കും ഉണ്ടാകുന്നില്ല, അവരെ ആശ്രയിക്കുന്ന സാധാരണ ജനങ്ങൾക്കും ഉണ്ടാകുന്നില്ല. സർവസംഘ പരിത്യാഗം ചെയ്ത് മനസ്സിലുള്ള വാസനയും ഒടുക്കി പരമാർത്ഥബോധം ജനിച്ച ശുദ്ധജ്ഞാനികൾക്ക് പോലും അപ്പോഴും വിദൂരമായി നിൽക്കുന്ന മഹാനന്ദം, ആ കേവലമായ ബോധ ആനന്ദമുണ്ടല്ലോ, ദ്വൈതത്തിന്റെ കറപുരളാത്ത ശുദ്ധമായ ആനന്ദം, അത് അത്യന്തം നിർമ്മല ഹൃദയർക്ക് പോലും ലഭിക്കുന്നില്ല. അപ്പോഴും വിദൂരമായി നിൽക്കുന്ന മഹാനന്ദം ഈ കപടയോഗികൾക്ക് ഈദൃശ വൃത്തി കൊണ്ട് ലഭിക്കുമെന്ന് കരുതുന്നതിൽ പരം മൗഢ്യം എന്താണുള്ളത്? ഇവർക്കൊക്കെ എത്ര ജന്മം കഴിയണം? പല കേസുകളിലും ശിഷ്യന്മാര് മുക്തരായാലും ആചാര്യൻ മുക്തനാവില്ല. കാരണം ശിഷ്യന്റെ അത്ര പാകത പോലും ഇല്ല ആചാര്യന്. അയാൾക്ക് ഈ പേരിലും പ്രശസ്തിയിലും ഒക്കെയാണ് താല്പര്യം. ഇനിയുള്ള പദ്യങ്ങൾ നമുക്ക് നാളെ വായിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.